ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിക്കാനുള്ള സിലബസിലെ ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ആ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിൽ പല ഏരിയാസ് ഉണ്ട്. അതിൽ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിനകത്ത് വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നാണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ പേര്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിൻ്റെ അണ്ടറിൽ വരുന്നത് IFRSും IND-AS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ രണ്ട് ഏരിയകളാണ് ഏതിനകത്തുള്ളത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഏതെന്ന് പറയുന്നത് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, 7 മാർക്കിനാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിലെ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കുറേ റൂളുകളാണ്. ആ റൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് നമ്മളെടുത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ മെഷർ ചെയ്യുമ്പോഴോ ട്രീറ്റ് ചെയ്യുമ്പോഴോ പ്രസൻറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ കുറേ റൂളുകൾ ബേസ് ചെയ്തിട്ടുണ്ട്. ആ റൂളുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പഠിച്ച അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ്. These are written policy documents. കുറേ പോളിസി ഡോക്യുമെൻറ്റുകളാണ് വിച്ച് ഈസ് റിട്ടൺ ആൻഡ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡി. ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡിയുടെ പേര് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, ICAI ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റുകളാണ്, എഴുതി തയ്യാറാക്കിയ പോളിസി ഡോക്യുമെൻറ്റുകളാണ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡി ആയിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിലോ അതർ റെഗുലേറ്ററി ബോഡീസ് ആയിരിക്കാം. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റുകളാണ്. ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഒന്നെങ്കിൽ ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം, അതർ റെഗുലേറ്ററി ബോഡീസ് ആയിരിക്കാം. ഓക്കെ, വിച്ച് കവേഴ്സ് ദി ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, ട്രീറ്റ്മെൻറ്റ്, പ്രസൻറ്റേഷൻ and disclosure of accounting transactions in the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും, മെഷർ ചെയ്യുമ്പോഴത്തേക്കും, ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ റൂളുകളുണ്ട്, കുറേ പോളിസി ഡോക്യുമെൻറ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണേ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദി റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ്. ഇഷ്യൂ ചെയ്യുന്നവരാണ് എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡി ആയിരിക്കാം, ഓർ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ റെഗുലേറ്ററി ബോഡീസ് ആയിരിക്കാം, വിച്ച് കവേഴ്സ് ദി ആസ്പെക്ട് ഓഫ് ആ ഏതിനകത്ത് സ്റ്റാൻഡേർഡിനകത്ത് അല്ലെങ്കിൽ ആ പോളിസി ഡോക്യുമെന്റിനകത്ത് കവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ, റെക്കഗ്നിഷൻ, മെഷർമെന്റ്, ട്രീറ്റ്മെന്റ്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് എന്ത്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും, മെഷർ ചെയ്യുമ്പോഴത്തേക്കും, ട്രീറ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ റൂളുകളുണ്ട്. റിട്ടൺ പോളിസി ഡോക്യുമെന്റുകളാണ്, കുറേ പോളിസീസ് ആണ്. ഈ പോളിസീസ് ഓൾ ഓവർ ദ വേൾഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ പോളിസീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിച്ചത്. ഇങ്ങോട്ട് നോക്കൂ, സിമ്പിൾ വേർഡ്സിൽ നമുക്ക് പറയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദി rules according to which accounting statements have to be prepared. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ റൂളുകളാണ് ഏതെന്ന് വിളിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റൂൾസ് according to which accounting statements have to be prepared. Accounting statements means financial statementകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതിനനുസരിച്ചായിരിക്കണം, കുറേ റൂളുകൾക്ക് അനുസരിച്ചായിരിക്കണം. ആ റൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയറായി, ഒരു ഐഡിയ മനസ്സിലായി? ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യമാണിത് പറഞ്ഞത്. നമ്മൾ +1 പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി
They can be termed as statements of code of practice of the regulatory accounting bodies that are to be observed. നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റുകൾ, ഏത് സ്റ്റേറ്റ്മെന്റുകൾ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റുകളാണ്. എന്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകളാണ്? കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ദ റെഗുലേറ്ററി അക്കൗണ്ടിങ് ബോഡീസ്. റെഗുലേറ്ററി അക്കൗണ്ടിങ് ബോഡീസിന്റെ കോഡ് ഓഫ് പ്രാക്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. ഈ സ്റ്റാൻഡേർഡ് ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട, നമ്മൾ പാലിക്കേണ്ട കുറേ കോഡ് ഓഫ് പ്രാക്ടീസുകളെയാണ്, ആ സ്റ്റേറ്റ്മെന്റിനെയാണ്, കോഡ് ഓഫ് പ്രാക്ടീസിന്റെ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആയി? മനസ്സിലായി? ഓക്കെ, നോക്കൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റാഷണലി harmonize the diverse accounting policies followed in the preparation and presentation of financial statements by different reporting enterprise. അതായത് ഒരുപാട് പല എൻ്റർപ്രൈസുകൾ, ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അല്ലേ? ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് പല രീതിക്കാണെങ്കിൽ എന്ത് സംഭവിക്കുക? നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ? എന്തൊക്കെയാണ് കമ്പാരിസൺ? ഇന്റർഫേം കമ്പാരിസണും ഇൻട്രാഫേം കമ്പാരിസണും. എന്താണ് ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ? എൻ്റെ ബിസിനസ്സിനകത്തുള്ള രണ്ട് ഡിവിഷൻസ് തമ്മിൽ ഞാൻ കമ്പാരിസൺ ചെയ്താൽ, രണ്ട് ഡിവിഷൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്താൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ദ കമ്പാരിസൺ വിത്തിൻ ദി ഓർഗനൈസേഷൻ ബിറ്റ്വീൻ ടു ഡിവിഷൻസ് ഓർ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. ക്ലിയർ? ഇനി ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രിയിലുള്ള രണ്ട് കമ്പനികൾ, ആ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്താൽ, കമ്പാരിസൺ ചെയ്താൽ അതിനെയാണ് ഇന്റർഫേം കമ്പാരിസൺ എന്ന് വിളിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ ചെയ്യുന്നത്? ഇൻട്രാഫേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനുള്ളിലെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എന്താ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് വെച്ച് കമ്പാരിസൺ ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കുക? ഇൻട്രാഫേം കമ്പാരിസൺ. അങ്ങനെ ഇൻട്രാഫേം കമ്പാരിസണിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അത് ഇംപ്രൂവ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലയോ? ഇനി ഇന്റർഫേം കമ്പാരിസൺ ആണെങ്കിലോ, എൻ്റെ കമ്പനിയും എൻ്റെ കോമ്പറ്റീറ്റർ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് ഞാൻ കമ്പാരിസൺ ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ റൈവൽ കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ കഴിയും ഇല്ലേ? പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തില്ലയോ? അപ്പോൾ ഇതിൻ്റെ എല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ കൊടുക്കുക. ആർക്കാ? യൂസേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുക. അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്ത് വെച്ചിട്ട്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് ഡിസിഷൻ കറക്റ്റ് ടൈമിൽ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് കൊടുക്കേണ്ടത്. ശരിയാണോ അല്ലയോ? ആണ്. അപ്പോൾ പല കമ്പനികളും പല രീതിക്കാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർമോണൈസ് ചെയ്യാം. എന്താണ് ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇൻ അക്കോർഡൻസ് വിത്ത്, അതായത് ഇൻ എഗ്രിമെന്റ് വിത്ത് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുക, ഒത്തൊരുമിപ്പിക്കുക, സമന്വയിപ്പിക്കാൻ പറ്റും. എന്തിനെ? ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ്. പല പോളിസീസ്, ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോഡ് ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഡിഫറെന്റ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ്. പല എന്റർപ്രൈസുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പോളിസീസുകളായിരിക്കാം അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഡിഫറൻറ്റ് പോളിസീസ് ഫോളോ ചെയ്തുകൊണ്ട് ഓരോ എന്റർപ്രൈസും പല രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് കമ്പാരിസൺ പോസിബിൾ ആയിരിക്കുമോ? അല്ലെങ്കിൽ ആ കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടി, അതെല്ലാം കൂടി ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് വന്നിട്ടുള്ളത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഒന്നുകൂടെ പറഞ്ഞുതരാം.
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റാഷണലി ഹാർമോണൈസ്, ഈ ടേം ഓർത്ത് വെച്ചിരിക്കണം, അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വേണ്ടി യൂസ് ചെയ്യും. ഹാർമോണൈസ് ദി ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോവ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബൈ ദ ഡിഫറൻറ്റ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ്. പല റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകൾ, പല ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരത്തെ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഈ പോളിസീസ്, പല പോളിസീസിനെ എല്ലാം കൂടി എന്ത് ചെയ്തു? ഹാർമോണൈസ് ചെയ്തു. ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തൊരുമിപ്പിച്ചു, അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റും? സോ ആസ് ടു ഫെസിലിറ്റേറ്റ്, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, ഹാർമോണൈസ് ചെയ്യുന്നതിലൂടെ ഫെസിലിറ്റേറ്റ് ഇൻട്രാ ഫേം ആൻഡ് ഇന്റർ ഫേം കമ്പാരിസൺ ബൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ടേക്ക് ഇൻഫോംഡ് എക്കണോമിക് ഡിസിഷൻസ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺസ് who are associated with the business enterprise. അവരെ എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ? യൂസേഴ്സ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ദാറ്റ് മീൻസ് അവിടുത്തെ മാനേജ്മെന്റ്, ഓണർ, ഇല്ലേ, എംപ്ലോയീസ്, ഓർഗനൈസേഷൻ്റെ അകത്തുള്ളവരല്ലേ? ആണോ അല്ലയോ? ആണ്. ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ് ഉണ്ട്, ഇല്ലേ? ഈ ഇൻഫർമേഷൻസ് അവർക്ക് യൂസ്ഫുൾ ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എക്കണോമിക് ഡിസിഷൻസ് എടുക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസിനെ ഹാർമോണൈസ് ചെയ്തു. ഹാർമോണൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒത്തൊരുമിപ്പിക്കുന്നു, സമന്വയിപ്പിക്കുന്നു. ഓക്കെ ആണോ? അങ്ങനെ സമന്വയിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയാം, ഇന്ത്യയിലുള്ള മെജോറിറ്റി കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങളും ഒരു രീതിയിലുള്ള കുറച്ച് പോളിസീസ് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കമ്പാരിസൺ പോസിബിൾ ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണോ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലെങ്കിൽ ASB എന്ന് പറയാം. എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. നോക്കിക്കോ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, after recognizing the need to harmonize the diverse accounting policies and practices. പല എന്റർപ്രൈസുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഡിഫറൻറ്റ് അക്കൗണ്ടിങ് പോളിസീസിനെ ഹാർമോണൈസ് ചെയ്യുക, ഒത്തൊരുമിപ്പിക്കുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ദേ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓൺ April 21, 1977. 1977 ഏപ്രിൽ 21 എന്ത് ചെയ്തു? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിനാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, to harmonize the different or the diverse accounting policies and practices followed by different level of enterprises, അല്ലെങ്കിൽ ഡിഫറൻറ്റ് എൻ്റർപ്രൈസസ്, പല സ്ഥാപനങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസിനെ ഹാർമോണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ICAI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1977 ഏപ്രിൽ 21 ഏത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ച്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് April 21, 1977. ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ICAI ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഫംഗ്ഷൻ, അവരുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. എന്താണ്? ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്ത് ഫോർമുലേറ്റ് ചെയ്യുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് such standards may be mandated by the Council of ICAI. ഇവിടെ എന്താണ് ഈ കൗൺസിൽ ഓഫ് ICAI ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആര് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ മാൻഡേറ്റഡ് ആക്കുന്നത് ആരാണ്? കൗൺസിൽ ഓഫ് ICAI ആണ്. എന്താണ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ? കൗൺസിൽ
എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കൗൺസിൽ ഓഫ് ICAI എന്ന് പറഞ്ഞാൽ ഇവിടെ 40 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, 40 പീപ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 40 മെമ്പേഴ്സിൽ 32 ആൾക്കാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. ബാക്കിയുള്ള 8 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ആരായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ ICAIയുടെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എത്ര മെമ്പേഴ്സ് ആയിരിക്കും, 40 മെമ്പർ ആയിരിക്കും ഉള്ളത്. അതിനകത്ത് 32 പേര് ഏതിൽ നിന്നുള്ളവരായിരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായിരിക്കും. ബാക്കി 8 പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, മാൻഡേറ്റ് ചെയ്യുന്നത്, ആര് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആര് ഫോർമുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാൻഡേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദി കൗൺസിൽ ഓഫ് ICAI. ഓക്കെ, അപ്പോൾ എന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, April 21, 1977. ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ICAI ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ് ASBയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടു ഫോർമുലേറ്റ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സോ ദാറ്റ്, അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ മാൻഡേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കൗൺസിൽ ഓഫ് ICAI. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, വൈൽ ഫോർമുലേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യയിൽ ആരാണ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ദ ASB വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ആപ്ലിക്കബിൾ ലോസ്, കസ്റ്റംസ്, യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം എന്ത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ദി ASB വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ആപ്ലിക്കബിൾ ലോസ്, ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളെല്ലാം നോക്കണം. ദെൻ അതുപോലെ കസ്റ്റംസ് നോക്കണം. ഓക്കെ, കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ നോക്കണം. ദെൻ അതുപോലെ യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ്, കസ്റ്റംസ്, അതിൻ്റെ യൂസേജസ്, അപ്ലിക്കബിൾ ലോസ്, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? ഓക്കെ, നോക്കൂ നെക്സ്റ്റ്, issue of accounting standards. In all, 32 accounting standards have been issued. എത്ര accounting standards issue ചെയ്തിട്ടുണ്ട്, 32 accounting standards issue ചെയ്തിട്ടുണ്ട്. അതിൽ ഔട്ട് ഓഫ് വിച്ച് അതിൽ 2 എണ്ണം, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6ഉം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8ഉം എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിഡ്രൂ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് പിൻവലിച്ചു. While 3 accounting standards, that means AS 30, 31 and 32 are only recommendatory ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, recommendatory ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇതുവരെയും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള എത്ര എണ്ണമാണ്, 32 ആണ്. അതിൽ 2 എണ്ണം എന്ത് ചെയ്തു, വിഡ്രൂ ചെയ്തു. അപ്പോൾ 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഇഷ്യൂ ചെയ്തു. ഈ 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളിൽ 2 എണ്ണം വിഡ്രൂ ചെയ്തു. ഓക്കെ, ഏതൊക്കെയാണ് വിഡ്രൂ ചെയ്തത്, AS 6ഉം AS 8ഉം. എന്തായി, AS 6 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ആർക്കെങ്കിലും അറിയോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രൂ ചെയ്തിട്ടുണ്ട്. വിഡ്രൂ ചെയ്തു എന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് മാറ്റിയെന്നല്ല, AS 6നെ എടുത്ത് AS 10ലേക്ക് എന്ത് ചെയ്തു, മെർജ് ചെയ്യിച്ചു. AS 8നെ എടുത്ത് 26ലേക്ക് എന്ത് ചെയ്തു, എടുത്ത് അങ്ങ് മെർജ് ചെയ്തു. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ക്ലിയർ? എന്നിട്ട് while 3 others, that means AS 30, 31, 32, 30, 31, 32, ഇത് 3 എണ്ണവും റെക്കമെൻഡേറ്ററി ആണ്. അതായത് ഈ 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളിൽ 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ മാത്രമാണ് മാൻഡേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, 3 എണ്ണം എന്ന് പറയുന്നത് റെക്കമെൻഡേറ്ററി ആണ്, 30, 31, 32. ക്ലിയർ? ഓക്കെ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി സൈസ്. ദാറ്റ് മീൻസ് ഒരു എൻ്റർപ്രൈസിൻ്റെ, ഒരു കമ്പനിയുടെ സൈസിനനുസരിച്ചാണ് ഈ സ്റ്റാൻഡേർഡുകൾ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ കമ്പനികളെ 3 ലെവലുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 കമ്പനി, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഓക്കെ,
ക്ലിയർ ആണോ പറയുന്നത്? ഈ ഓരോ സ്റ്റാൻഡേർഡുകളും ആപ്ലിക്കബിൾ ആയിട്ടുള്ള പല ലെവൽസ് ഓഫ് കമ്പനികൾക്കാണ്. അത് സൈസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പനികൾ ലെവൽ 1 എന്നും 2 എന്നും 3 എന്നും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ലെവൽ 1 കമ്പനി, ദാറ്റ് മീൻസ് എന്റർപ്രൈസസ് വിച്ച് ഫോൾ ഇൻ any one or more of the following categories. ഇനി ഞാൻ കുറേ കാറ്റഗറീസ് പറയും. ഈ കാറ്റഗറീസിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ന് മുതൽ എന്ന് വരെയാണ്? 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയുള്ള ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എപ്പോഴെങ്കിലും ഈ താഴെ പറയുന്ന കാറ്റഗറീസിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കമ്പനികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലെവൽ 1 എന്റർപ്രൈസ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് enterprises whose equity or debt securities are listed whether in India or outside India. എങ്ങനെയുള്ള എന്റർപ്രൈസസ്? ഇന്ത്യയിലോ പുറത്തോ ഒരു കമ്പനിയുടെ ഇക്വിറ്റിയോ ഡെപ്റ്റോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വാട്ട് ഈസ് ലിസ്റ്റിംഗ്? ഇതാണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ ഒരു കമ്പനിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കേണ്ട പേരാണ് ലിസ്റ്റിംഗ് എന്ന് വിളിക്കുക. ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ സെക്യൂരിറ്റീസ് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകൾ വഴി ട്രേഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ലിസ്റ്റിംഗ് ലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ലെവൽ 1 കമ്പനി എന്ന് പറയുന്നത് എന്റർപ്രൈസസ് ഹൂസ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ്, ഒന്നുകിൽ ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആയിരിക്കാം, വിച്ച് ആർ ഏതായാലും അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഒന്നുകിൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഏതിനകത്ത് പെടും? ലെവൽ 1 കമ്പനി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. 2, എന്റർപ്രൈസസ് വിച്ച് ആർ ഇൻ ദി പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് their equity or debt securities are as evidenced by the board of directors resolution in this regard. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്റർപ്രൈസ് ആയിരിക്കണം അല്ലേ? ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ പേര് ചേർക്കുന്ന പ്രക്രിയ. ഓക്കെ, അത് ഇന്ത്യയിലോ പുറത്തോ എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിലോ എന്റർപ്രൈസസ് വിച്ച് ആർ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്, അവർ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അങ്ങനെയുള്ള കമ്പനികൾ. ക്ലിയർ? ബട്ട് നമുക്ക് ഏതിലൂടെ എവിഡൻസ് ചെയ്യാൻ പറ്റണം ഇങ്ങനെ പ്രോസസ്സിൽ? ഏതാ? ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് എന്ന് നമുക്ക് ഏതിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക? എവിഡൻസ്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസല്യൂഷൻ. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസല്യൂഷനിലൂടെ നമുക്ക് പറയാൻ കഴിയണം. അല്ലെങ്കിൽ ബോർഡ് ഓഫ് റെസല്യൂഷൻ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കമ്പനികൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ബോർഡ് ഓഫ് റെസല്യൂഷനിലൂടെ നമുക്ക് അറിയാൻ കഴിയണം കമ്പനി എന്ത് ചെയ്യുന്നു, ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് കടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെയും എന്റർപ്രൈസുകളെയും ലെവൽ 1 കമ്പനികളാക്കി നമുക്ക് ട്രീറ്റ് ചെയ്യാം. 3, ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാം ഏതിനകത്താണ് വരുന്നത്? ലെവൽ 1 കമ്പനികളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ കാറ്റഗറി ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അതിൽ ലെവൽ 1 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇന്ത്യയിലോ പുറത്തോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്റർപ്രൈസുകൾ ലെവൽ 1 എന്റർപ്രൈസുകൾ എന്ന് വിളിക്കാം. 2, അവർ ഇൻ ദി പ്രോസസ് ഓഫ് ലിസ്റ്റിംഗിലാണ്, ലിസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ഇൻ ദി പ്രോസസ്സിലാണ്. ഒക്കെ ആ പ്രൊസീജിയർ നടക്കുന്നതേ ഉള്ളൂ, എങ്കിലും അവർ ഏതിനകത്ത് പെടുത്താം? ലെവൽ 1 കമ്പനികൾക്ക് എടുത്ത് പെടുത്താം. 3, ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, ബാങ്കുകൾ അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ബാങ്കിനകത്ത് ഏത് ഉൾപ്പെടും? കോപ്പറേറ്റീവ് ബാങ്കുകളെയും നമുക്ക് ഏതിനകത്ത് പെടുത്താം? ലെവൽ 1 കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരെയും ഏതിനകത്ത് പെടുത്താം? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, എന്റർപ്രൈസസ് ക്യാരിയിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന എന്റർപ്രൈസുകൾ ഉണ്ടെങ്കിൽ അത് ലെവൽ 1 എന്റർപ്രൈസുകളാണ്. ദെൻ ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് ഹൂസ് ടേൺ ഓവർ. എങ്ങനെയുള്ള എന്റർപ്രൈസുകളാണ്?
കൊമേഴ്സ്യൽ എന്റർപ്രൈസോ ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ്. കൊമേഴ്സ്യൽ റിപ്പോർട്ടിംഗ്, ഇൻഡസ്ട്രിയൽ റിപ്പോർട്ടിംഗ് ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 കോടിക്കും മുകളിലാണെങ്കിൽ എക്സീഡ്സ് 50 crores ഇൻ ദി ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് അക്കൗണ്ടിംഗ് ഇയർ. തൊട്ട് ബാക്കിലുള്ള അക്കൗണ്ടിംഗ് ഇയർ അതിനെയാണ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എത്രയാണ് 2024 ഇല്ലേ? പ്രസീഡിംഗ് അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2022-23. ഓക്കെ, ഈ കാലയളവിനെയാണ് എന്താന്ന് വിളിക്കുക? പ്രസീഡിംഗ് എന്തെന്ന് വിളിക്കുക? അക്കൗണ്ടിംഗ് ഇയർ എന്ന് വിളിക്കുക. ആ അക്കൗണ്ടിംഗ് ഇയറിൽ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകളുടെ ടേൺ ഓവർ വരുമാനം ഓക്കെ എക്സീഡ്സ് 50 crores. ഇത് 50 കോടിയിലും കൂടുതലാണെങ്കിൽ എക്സ്ക്ലൂഡിങ് അതർ ഇൻകം. ഇതിനകത്ത് ഏത് ഇൻകം ഉൾപ്പെടുത്താൻ പാടില്ല? അവരുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് അതർ ഇൻകം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇതാണ് അതർ ഇൻകം എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസിന്റെ മെയിൻ റവന്യൂ സോഴ്സ് ഉണ്ടാവും. അതായത് സെയിൽസിലൂടെ ആയിരിക്കും, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിലൂടെ ആയിരിക്കും അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. അതർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ അതർ ഇൻകം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തു, ആ വാടക നമുക്ക് കിട്ടി, അത് അതർ സോഴ്സ് ആണ്. മനസ്സിലായോ? കുറച്ച് ഡെപ്പോസിറ്റ് ബാങ്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, അത് അതർ സോഴ്സ് ആണ്. ക്ലിയർ? അതർ ഇൻകം ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ ബിസിനസ് അല്ല അത്. നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പേന ഉണ്ടാക്കുക, അത് വിൽക്കുക, അതാണ് മെയിൻ ഇൻകം എന്ന് പറയുന്നത്. ശരിയല്ലേ? അതാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. സെയിലിലൂടെ അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുന്നതിലൂടെ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇൻകത്തിനെയാണ് മെയിൻ റവന്യൂ സോഴ്സ് എന്ന് വിളിക്കുക. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിൽക്കുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയല്ല, അല്ലാണ്ട് രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം, അതിനെന്തെന്ന് വിളിക്കുക? അതർ ഇൻകം. അപ്പോൾ ഇവിടെ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകളുടെ ഇൻകം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് ഉൾപ്പെടുത്താൻ പാടില്ല? അതർ ഇൻകം ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് അവരുടെ ടേൺ ഓവർ എത്രയും കൂടുതലായിരിക്കണം? 50 crores കൂടുതലുണ്ടെങ്കിൽ ആ കമ്പനികളെയും അല്ലെങ്കിൽ ആ എന്റർപ്രൈസുകളെയും നമുക്ക് ഏതിനകത്ത് ട്രീറ്റ് ചെയ്യാം? ലെവൽ 1 എന്റർപ്രൈസുകളായി ട്രീറ്റ് ചെയ്യാം. അടുത്ത നോക്കിയോളൂ. ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് ഹാവിംഗ് ബോറോവിങ്സ്. ബോറോവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് വാങ്ങുന്നു, അതിനെന്തെന്ന് വിളിക്കുക? ക്യാഷ് വാങ്ങുന്നു, അതിനെന്തെന്ന് വിളിക്കുക? ബോറോവിങ്സ് എന്ന് വിളിക്കുക. ഇൻക്ലൂഡിങ് പബ്ലിക് ഡെപ്പോസിറ്റ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മളാണ് എന്ത് ചെയ്യും? ബാങ്കിൽ പോയി സമീപിക്കും. ശരിയല്ലേ? കമ്പനികളാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ക്യാഷ് കളക്ട് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യുന്ന കഥയാണ് പറയുന്നത്. ഇനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാം, ഇല്ലേ? അതുപോലെ അതർ ബോറോയിങ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ ഫണ്ടുകൾ എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. അതുപോലെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യാം പണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പബ്ലിക് ഡെപ്പോസിറ്റുകൾ എന്ന് വിളിക്കുക. ഓക്കെ, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, അതിന് തിരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നു? ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കുന്നു. ക്ലിയർ? അതിനെന്തെന്ന് വിളിക്കുക? പബ്ലിക് ഡെപ്പോസിറ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു കമ്പനി, അതായത് കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകളുടെ ബോറോവിങ്സ് ഏത്? 10 കോടിയിൽ കൂടുതലാണെങ്കിൽ എക്സസ് ഓഫ് 10 crores അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദി ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് അക്കൗണ്ടിംഗ് ഇയർ. തൊട്ട് ബാക്കിലുള്ള, അതായത് ഏതാ? 2024 ആണെങ്കിൽ അതിന് തൊട്ട് ബാക്കിലുള്ള, അതായത് 1 April 2022 മുതൽ 31 March 2023, അതല്ലേ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് അല്ലെങ്കിൽ പ്രസീഡിംഗ് അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറയുന്നത് ആണ്. ഈ അക്കൗണ്ടിംഗ് ഇയറിൽ എപ്പോഴെങ്കിലും അവരുടെ ബോറോവിങ് ഏതിനപ്പുറത്തേക്ക് പോയാൽ, 10 കോടിയിൽ 10 crores എക്സസ് ആയി പോയാൽ അവരെയും നമുക്ക് ഏതിനകത്ത് എടുത്താം? ലെവൽ 1 എന്റർപ്രൈസ് ആയി ട്രീറ്റ് ചെയ്യാം. ഓക്കെ ആണോ പറഞ്ഞത്? നെക്സ്റ്റ് നോക്കിയോ. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി എന്റർപ്രൈസസ് ഓഫ് എനി വൺ ഓഫ് ദ എബവ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി എന്റർപ്രൈസസ്, നേരത്തെ പറഞ്ഞ കുറേ ക്രൈറ്റീരിയാസ് ഇല്ലേ? ഈ ക്രൈറ്റീരിയാസ് എല്ലാം ഏതിനകത്തും ആപ്ലിക്കബിൾ ആണ്. നേരത്തെ പറഞ്ഞ കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനികളോ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്കും ഇതുപോലെ തന്നെയാണ്. എന്താ പറഞ്ഞത്? ടേൺ ഓവർ ഏതിനകത്താണെങ്കിൽ 50 കോടിക്ക് പുറത്താണെങ്കിൽ അവരെയും ഏതിനകത്ത് ഉൾപ്പെടുത്തുക? ലെവൽ 1 കമ്പനി ആയിട്ട്. അതുപോലെ തന്നെ ബോറോവിങ്സ് 10 crore എക്സസ് ആണെങ്കിൽ അവരെയും ഏതിനകത്ത് ഉൾപ്പെടുത്തുക? ലെവൽ 1 എന്റർപ്രൈസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിൽ അവരെയും എന്ത് ചെയ്യുക? എന്തായി ട്രീറ്റ് ചെയ്യുക?
ലെവൽ 1 എന്റർപ്രൈസ് ആയി ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക്സ് ഇൻക്ലൂഡിങ് ഏത് ബാങ്ക്? കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ദെൻ ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? എന്റർപ്രൈസസ് ഹൂസ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലോ പുറത്തോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഡെപ്റ്റ് സെക്യൂരിറ്റിയോ ഇക്വിറ്റി സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഡെപ്റ്റോ ഇക്വിറ്റിയോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനികൾ എന്തായി ട്രീറ്റ് ചെയ്യണം? ലെവൽ 1 ട്രീറ്റ് ചെയ്യണം. ദെൻ അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ആ പ്രോസസ്സിലാണെങ്കിലും അവർ എന്തായി ട്രീറ്റ് ചെയ്യാം? ലെവൽ 1 കമ്പനിയിലായി ട്രീറ്റ് ചെയ്യാം. ദെൻ അതുപോലെ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ അതുപോലെ തന്നെ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ, എന്റർപ്രൈസ് ഉണ്ടെങ്കിൽ അവർ, ദെൻ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് അവരുടെ ടേൺ ഓവർ 50 കോടിക്ക് പുറത്തു പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് പ്രസീഡിംഗ് അക്കൗണ്ടിങ് ഇയറിൽ എപ്പോഴെങ്കിലും അവരുടെ ടേൺ ഓവർ 50 ക്രോസിന് മേളിൽ പോവുകയാണെങ്കിൽ അവർ എന്തായി ട്രീറ്റ് ചെയ്തോളണം? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്തോളണം. അതുപോലെ പറഞ്ഞോ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് അവരുടെ ബോറോവിങ്സ് ഇൻക്ലൂഡിംഗ് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്. അങ്ങനെ ഇൻക്ലൂഡിംഗ് പബ്ലിക് ഡെപ്പോസിറ്റുകളുള്ള ബോറോവിങ്സ് ഏതിനും എക്സസ് ആയി പോവുകയാണെങ്കിൽ, 10 കോടിക്കും പുറത്തു പോവുകയാണെങ്കിൽ അവരെ എന്തായി ട്രീറ്റ് ചെയ്യണം? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി എന്റർപ്രൈസസ് ഓഫ് എനി വൺ ഓഫ് ദി എബവ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാറ്റഗറീസിൽ ഹോൾഡിങ്ങോ സബ്സിഡിയറി എന്റർപ്രൈസുകളോ ഉണ്ടെങ്കിൽ, അവരുടെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി എന്റർപ്രൈസുകളോ ഉണ്ടെങ്കിൽ അവർക്കും ഇതെല്ലാം എന്താണ്? ബാധകമാണ് എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നമുക്ക് എന്തായി ട്രീറ്റ് ചെയ്യുക? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്യുക. ഇനി ലെവൽ 2 കമ്പനി എന്ന് പറഞ്ഞാൽ ലെവൽ 1 കമ്പനി എല്ലാം നമുക്കറിയാം. പക്ഷേ താഴെ പറയുന്ന കുറേ കാറ്റഗറീസ് ഉണ്ട്, ഇതിനകത്ത് ഏതിലെങ്കിലും വന്നാൽ അവരെന്തായി ട്രീറ്റ് ചെയ്യണം? ലെവൽ 2 കമ്പനിയായി ട്രീറ്റ് ചെയ്യണം. നോക്കിയോ, ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകൾ അവരുടെ ടേൺ ഓവർ, നേരത്തെ നമ്മൾ ടേൺ ഓവർ പറഞ്ഞു, അവിടെ നമ്മൾ ടേൺ ഓവർ പറഞ്ഞത് എത്ര രൂപയായിരുന്നു? 50 ക്രോസ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എത്രയാണെന്ന് നോക്കിയോ, ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിംഗ് അക്കൗണ്ടിങ് ഇയർ. അത് നമുക്കറിയാം, കഴിഞ്ഞ അക്കൗണ്ടിങ് ഇയറിൽ അവരുടെ എന്ത് ടേൺ ഓവർ എക്സീഡ്സ് 40 lakhs. എത്രയാണ്? 40 ലക്ഷത്തിനും പുറത്താണ്. പക്ഷേ ഏതിനകത്ത് നിൽക്കണം? ഡസ് നോട്ട് എക്സീഡ് 50 crores. ഓക്കെ, 50 കോടിക്ക് പുറത്തു പോകാൻ പാടില്ല. 50 കോടിക്ക് പുറത്തു പോയാൽ അവരെ നമ്മൾ ഏതായി ട്രീറ്റ് ചെയ്യും? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്യും. ഇനി 40 lakhsനും 50 crores ഇടയ്ക്കാണെങ്കിൽ അവരെന്തായി ട്രീറ്റ് ചെയ്യുക? ലെവൽ 2 കമ്പനിയായി ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഹിയർ ഓൾസോ ടേൺ ഓവർ ഡസ് നോട്ട് ഇൻക്ലൂഡ് അതർ ഇൻകം. ഇതിനകത്ത് നമുക്ക് അതർ ഇൻകം, അതായത് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ അല്ലാതെ കിട്ടുന്ന ഇൻകത്തിനെയാണ് അതർ ഇൻകം എന്ന് വിളിക്കുക. ആ അതർ ഇൻകത്തിനെ ഏതിനകത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല? ടേൺ ഓവറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെയാണ്, ക്ലിയർ ആയി? ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസസ് ഹാവിംഗ് ബോറോവിംഗ്. നേരത്തെ നമ്മൾ ബോറോവിങ്ങിന്റെ കഥ പറഞ്ഞില്ലേ? ബോറോവിങ്ങിന്റെ കഥ എന്താ പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞത് 10 കോടിക്ക് പുറത്തു പോകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? 10 കോടിക്ക് അകത്ത് നിൽക്കണം. പക്ഷേ ഏതിന് പുറത്തു പോകണം? എക്സസ് ഓഫ് 1 crore ബട്ട് നോട്ട് ഇൻ എക്സസ് ഓഫ് 10 crores അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, പ്രസീഡിങ് അക്കൗണ്ടിങ് ഇയറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസിന്റെ ബോറോയിങ്സ് ഏതിൽ കൂടിയാൽ 1 കോടിയിൽ കൂടുതലാണെങ്കിൽ, ബട്ട് 1 കോടിയിൽ കൂടുതലായിരിക്കും, പക്ഷേ ഏതിൽ കൂടാൻ പാടില്ല? 10 കോടിയിൽ കൂടാൻ പാടില്ല. 10 കോടിയിൽ കൂടിയാൽ നമ്മൾ അതിനെ ഏതെന്ന് ട്രീറ്റ് ചെയ്യണം? ലെവൽ 1 കമ്പനിയായി ട്രീറ്റ് ചെയ്യണം. മനസ്സിലായ? ഓക്കെ, ഇനിയോ നേരത്തെ പറഞ്ഞ കമ്പനികൾ, എന്റർപ്രൈസുകളുടെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി എന്റർപ്രൈസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകളിലെ അവരുടെ തന്നെ സബ്സിഡിയറി എന്റർപ്രൈസുകളും ഹോൾഡിംഗ് എന്റർപ്രൈസുകളുണ്ട്. അവരേതെങ്കിലും ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഏതായി ട്രീറ്റ് ചെയ്യാം? ലെവൽ 2 എന്റർപ്രൈസ് ആയി ട്രീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ അല്ലേ? ഇവിടെ അപ്പോഴേ ലെവൽ 1 കമ്പനിയും ലെവൽ 2 എന്റർപ്രൈസും ലൈക്ക് കമ്പനിയും ക്ലിയർ. ലെവൽ 1 കുറേ കാറ്റഗറീസ് പറഞ്ഞത്. ലെവൽ 2 2 കാറ്റഗറിയെ പറയുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, ബിസിനസ് റിപ്പോർട്ടിംഗ് എന്റർപ്രൈസുകൾ അവരുടെ ടേൺ ഓവർ എത്രയിൽ കൂടുതലാണെങ്കിൽ, ടേൺ ഓവർ എത്രയിൽ കൂടുതലാണെങ്കിൽ നോക്കിയേ, ടേൺ ഓവർ എത്രയിൽ കൂടുതലാണെങ്കിൽ 40 lakhsൽ കൂടുതലാണെങ്കിൽ, പക്ഷേ എത്രയിൽ കൂടാൻ പാടില്ല? 50 crores, 50 കോടിക്ക് മുകളിൽ പോകാൻ പാടില്ല. ഓക്കെ, അതുപോലെ അവരുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് 1 കോടിക്ക് പുറത്ത് നിൽക്കുകയാണെങ്കിൽ പക്ഷേ 10 കോടിക്ക് അകത്ത് നിൽക്കണം എങ്കിൽ അവരെയും എന്തായിട്ട് ലെവൽ 2 ആയിട്ട്, ദെൻ അവരുടെ സബ്സിഡിയറി ഒരു ഹോൾഡിംഗ് എന്റർപ്രൈസുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക?
എന്തായി ട്രീറ്റ് ചെയ്യുക? ലെവൽ 2 എൻ്റർപ്രൈസ് ആയി ട്രീറ്റ് ചെയ്യുക. ദെൻ ലെവൽ 3 എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ലെവൽ 2 അല്ല, ലെവൽ 1 അല്ല, നമുക്കറിയാം. പിന്നെ ഏതാണെന്ന് നോക്കിയോ? ഇപ്പൊ ലെവൽ 3 കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? എന്റർപ്രൈസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ലെവൽ 1 ആൻഡ് ലെവൽ 2 കൺസിഡേർഡ് ആസ് ലെവൽ 3 എന്റർപ്രൈസസ്. ലെവൽ 1ന്റെ കാറ്റഗറീസിലും ലെവൽ 2ന്റെ കാറ്റഗറീസിലും പെടാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ഏതാ എന്റർപ്രൈസുകളെ നമുക്ക് ഏതിനകത്തേക്ക് കാറ്റഗറൈസ് ചെയ്യാം? ലെവൽ 3 കമ്പനി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെയാണ് ഈ പറയുന്നത്. ഇനി all the accounting standards are applicable to level 1, 2, 3 enterprises except നോക്കിക്കൊള്ളണം, ഇത് പോയിന്റ് എവിടെയും നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ലെവൽ 1നും 2നും 3ക്കും ബാധകമല്ല. ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ലെവൽ 1 എന്റർപ്രൈസിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ. ഏതൊക്കെയാ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ലെവൽ 1ന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 ലെവൽ 1ന് മാത്രമാണ്. 24 ലെവൽ 1ന് മാത്രമാണ്. 25, 29. ഓക്കെ, അപ്പോൾ ഇത്ര എണ്ണമായി? 1, 2, 3, 4, 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ലെവൽ 1 എന്റർപ്രൈസ്. അവിടെയാണ് നമ്മൾ ഒരുപാട് കാറ്റഗറീസ് പറഞ്ഞത്. ക്ലിയർ? ഇനി ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും ലെവൽ 1നും 2നും 3നും ആപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് ഏതൊഴികെ? 3, 23, 24, 25, 29. ഏതൊക്കെയാ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, 23, 24, 25, 29. ഓക്കെ, ഇത്രയും കാറ്റഗറീസ് അല്ലെങ്കിൽ ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് which are applicable only to level 1 enterprises. ഏതിന് മാത്രമായിരിക്കും? ലെവൽ 1 എന്റർപ്രൈസിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ 3, 23, 24, 25, 29 ആർക്ക് മാത്രം? ലെവൽ 1ന് മാത്രം. ബാക്കിയുള്ളതെല്ലാം, അതായത് IAS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 4, 5, 6 ബാക്കിയുള്ളതെല്ലാം ആർക്കാണ്? 1നും ആപ്ലിക്കബിൾ ആണ്, 2നും ആപ്ലിക്കബിൾ ആണ്, 3നും ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് ഇൻഡ് AS എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇൻഡ് AS എന്നാണ് വിളിക്കുക കേട്ടോ. ഇൻഡ് AS വേറെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേറെ, AS വേറെ. ഓക്കെ, ഇൻഡ് AS എന്ന് കണ്ടാൽ അത് AS ആയിട്ട് എന്ത് ചെയ്യരുത്? കൺസിഡർ ചെയ്യരുത്. രണ്ട് സെപ്പറേറ്റ് ആണ്. ഓക്കെ, നോക്കൂ, ഇന്ത്യ യൂസ്ഡ് ദി ഇന്ത്യൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിനെ നമുക്ക് IGAP എന്ന് വിളിക്കാം, ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബിഫോർ ദി അഡോപ്ഷൻ ഓഫ് ഇൻഡ് AS. ഏതിനു മുന്നേ? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് പ്രിൻസിപ്പിൾസ് ആയിരുന്നു? ഇന്ത്യൻ അക്കൗണ്ടിങ്, ഇന്ത്യൻ ജനറലി അക്സെപ്റ്റഡ്, ഗ്യാപ്പ് നമുക്കറിയാം, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ഇന്ത്യൻ വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഏതായിട്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് IGAP ആയിരുന്നു. ഇന്ത്യൻ ഗ്യാപ്പ് റെഫേഴ്സ് ടു generally accepted accounting principles that apply in India as established by the Indian Institute of Chartered Accountants and under the Companies Act 1956. Okay, എന്താണ്? Indian GAAP refers to generally accepted accounting principles that apply in India as established by accounting standards established ചെയ്തത് ഏതാണ്? ICAI-യും അണ്ടർ ദി കമ്പനീസ് ആക്ട് 1956ന്റെ അണ്ടറിലായിരുന്നു വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓർ ഇൻഡ് AS എന്ന് പറയുന്നത് ആർ IFRS കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ്. എന്താണ്? IFRS കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ? കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ IFRS എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ എടുത്ത് ആ സ്റ്റാൻഡേർഡ്സിനകത്ത് നിന്ന് നമ്മുടെ ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ യൂസേജ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ലോ ഇതെല്ലാം നോക്കിയതിന് ശേഷം ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും, ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. ഏതിൽ? IFRS-ൽ. അതിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക? കൺവേർജൻസ് എന്ന് വിളിക്കുക. ഇതെന്ന് വിളിക്കുക? കൺവേർജൻസ്. ഓക്കെ, അപ്പോൾ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ IFRS-നകത്തുള്ള പ്രിൻസിപ്പിൾസിലെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് അല്ലെങ്കിൽ ഇന്ത്യൻ ലോ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റിന് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നതാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, ചില കാര്യങ്ങൾ ആഡപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നു. അതിനെയാണ് IFRS
കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ IFRSഉം ഏതുമായിട്ട് ഇൻഡുമായിട്ട് എന്താക്കുന്നു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺവേർജൻസ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കിക്കോളൂ. കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? INDAS. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്നത്. ഏത്? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. അണ്ടർ ദി സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആരുടെ സൂപ്പർവിഷനും കൺട്രോളിലുമാണ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ സൂപ്പർവിഷനിലും കൺട്രോളിലുമാണ് ചെയ്യുന്നത്. ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അവരാണ് എന്ത് ചെയ്യുന്നത് പറയൂ. എന്ത് ചെയ്യുന്നത്? സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. ഏത്? INDAS സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആരുടെ അണ്ടറിലാണ്? ICAയുടെ അണ്ടറിലാണ്. ആൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത്, ഇത് പുതിയ ആളായിരിക്കും നോക്കിക്കോളൂ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ആര്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? നോട്ടിഫൈ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ അല്ലേ? അപ്പോൾ INDAS ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സൂപ്പർവൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അണ്ടർ ഏതിനടിയിലുള്ളത് അല്ലെങ്കിൽ ഏതിൻ്റെ അണ്ടറിലുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്? ICAയുടെ അണ്ടറിലുള്ളതാണ്. ദെൻ ആരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ NFRA നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ IFRS ഡയറക്റ്റ് ആയിട്ടല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, കൺവേർജ്ഡ് IFRS ആണ്. അതിനെയാണ് നമ്മൾ INDAS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഇറ്റ് ഈസ് ഡൺ അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലുള്ളതാണ്? MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കൺട്രോളിൽ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? ശ്രീമതി നിർമ്മല സീതാരാമൻ ആണ്. ഓക്കെ, നോക്കിക്കോ. നെക്സ്റ്റ്, ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് INDAS ഇസ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ബൈ ദ ഇന്ത്യൻ കമ്പനീസ്. INDAS എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് യൂസ്ഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ആൻഡ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദി, ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് നോട്ടിഫൈ ചെയ്യുക, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ? അണ്ടർ ദി സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആരുടെ അണ്ടറിലാണ്? ICAയുടെ അണ്ടറിലാണ്. ഓക്കെ ആണോ അല്ലേ? അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവേർജ്ഡ് IFRS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനികൾ യൂസ് ചെയ്യുന്ന കൺവേർജ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ, അതിനെയാണ് ഇതെന്ന് വിളിക്കുക INDAS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കൂ. there are currently 41 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദാറ്റ് മീൻസ് INDAS ഉണ്ട്. ഇപ്പോൾ 41 INDAS ആണുള്ളത്. ദാറ്റ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ബൈ ദി കൗൺസിൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICAI കൗൺസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ICAI കൗൺസിൽ എന്ത് ചെയ്തിട്ടുള്ള, പബ്ലിഷ് ചെയ്തിട്ടുള്ള 41 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി നിലവിലുള്ളത്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്? 41 INDAS ആണ് ഇപ്പോൾ നിലവിലുള്ളത്. AS ആണെങ്കിൽ എത്ര ഉണ്ടായിരുന്നു? 32. അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് 29. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഞാൻ ബ്രാക്കറ്റിൽ INDAS എന്ന് കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഏതായിട്ട് ട്രീറ്റ് ചെയ്യരുത്? നമ്മൾ ആദ്യം പഠിച്ച അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. INDAS അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കിയോ. To ensure that large scale activities are properly accounted for through continuous disclosure, treatment and reformation. Okay, large scale activities, അതായത് ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? സോ അവരുടെ അക്കൗണ്ട്സ് പ്രോപ്പർലി മുന്നോട്ട് പോകണം ഇല്ലേ? കണ്ടിന്യൂസ് ഡിസ്ക്ലോഷർ, ട്രീറ്റ്മെൻറ്റ്, റിഫോർമേഷനെല്ലാം ഉണ്ടായിരിക്കണം. അത് ഉറപ്പ് വരുത്തുന്നത് ആരാണ്? INDAS ആണ്.
Okay, next, India standardizes accounting principles, policies for the country's economy. നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയുമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ട്, സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ്, അതായത് സ്ഥിരമായിട്ട് എല്ലാ കമ്പനികൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾക്കും കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് കുറേ പോളിസീസും പ്രിൻസിപ്പിൾസും അത് നമ്മുടെ കൺട്രിയുടെ എക്കോണമിയുമായി മാച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഒന്നാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ലാർജ് സ്കെയിൽ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കണം. 2, സ്റ്റാൻഡേർഡൈസസ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞാൽ മേക്ക് യൂണിഫോം ഓർ മേക്ക് കൺസിസ്റ്റന്റ്, സ്ഥിരമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സാധനം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, provides a unified framework for the preparation of books of accounts and ensures financial transparency. എന്താ, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എല്ലാ കമ്പനികൾക്കും ഒരുപോലെയുള്ള ഒരു ഫ്രെയിംവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ, ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ensure that all institutions and governmental bodies are accepted globally. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ്റൽ ബോഡീസും അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യണം, ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കൺവേർജ്ഡ് IFRS യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺവേർജ്ഡ് ഇൻഡേസ് യൂസ് ചെയ്യുന്നത്. IFRSുമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ IFRS എടുത്ത് കളഞ്ഞിട്ടുള്ളത്, എന്നിട്ടാണ് നമ്മൾ ഇൻഡേസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ. സോ നെക്സ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് നോക്കി പോയാൽ മതി. കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വാസ് ക്രിയേറ്റഡ് ടു ഹാർമോണൈസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ആൻഡ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലേ? ഏത്, ഹാർമോണൈസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഗ്ലോബൽ റിപ്പോർട്ടിങ്ങിനും അക്കൗണ്ടിങ്ങിനും വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സിനെ ഹാർമോണൈസ് ചെയ്യുക. എന്താണ് ഹാർമോണൈസ് ചെയ്യുക, ഒരുമിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സമന്വയിപ്പിക്കുക. Okay, next, India standardizes the entire accounting procedures of the Indian economy. Entire accounting procedures-നും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരിക, ഹാർമോണൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ആഫ്റ്റർ ദി അഡോപ്ഷൻ ഓഫ് ഇൻഡേസ് ഓൾ ബിസിനസ് യൂണിഫോംലി റെക്കോർഡ് ദെയർ ട്രാൻസാക്ഷൻസ്. അല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്നത് ഇൻഡേസ് ആണെങ്കിൽ എല്ലാവരും ഒരേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു മേക്ക് ദി എൻറ്റയർ അക്കൗണ്ടിംഗ് സിസ്റ്റം മോർ അണ്ടർസ്റ്റാൻഡബിൾ ടു എവരിവൺ ഇൻ ദ ബിസിനസ് സെക്ടർ. ബിസിനസ് സെക്ടറിലുള്ള എല്ലാ പേർക്കും, യൂസേഴ്സിന് മോർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, ആ ഉദ്ദേശം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡേസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, IFRS കൺവേർജൻസ് ഇൻ ഇന്ത്യ. എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. IFRS കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ, ഇൻ ജനറൽ ടൈം, കൺവേർജൻസ് വിത്ത് IFRS മീൻസ് ടു അച്ചീവ് ഹാർമോണി വിത്ത് IFRS. അതായത് ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ എഗ്രിമെന്റ് വിത്ത്, അതായത് ഏതുമായിട്ട് മാച്ച് ആവണമെന്ന്, മാച്ച് അല്ല, ഇൻ എഗ്രി വിത്ത് IFRS. അതാണ് ഹാർമോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ എഗ്രി വിത്ത് IFRS. ഓക്കെ, കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, IFRSുമായിട്ട് മാച്ച് ചെയ്യിക്കുക, അല്ലെങ്കിൽ IFRSുമായിട്ട് പൊരുത്തപ്പെടുത്തുക. ഓക്കെ, കൺവേർജൻസ് വിൽ ഇൻവോൾവ് അലൈൻമെന്റ് ഓഫ് 2 സെറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. 2 ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഏതുകൂടി എടുത്തിട്ട്, IFRS കൂടി എടുത്തിട്ട് അതിനെ അലൈൻ ചെയ്യുകയാണ്. The compromise is done by adopting the policies of the IFRS either fully or at least പാർഷ്യലി. അതായത് IFRSനെ ഫുള്ളായിട്ട് നമ്മൾ ചിലപ്പോൾ എടുക്കണമെന്നില്ല. എയ്തർ ഒന്നുകിൽ ഫുള്ളായിട്ട് IFRS എന്തൊക്കെയാണോ അതിനകത്ത് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ആഡും ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, IFRS കംപ്ലീറ്റ്ലി ചിലപ്പോൾ നമ്മൾ എടുക്കാം, ബട്ട് കംപ്ലീറ്റ്ലി എടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ആൻഡ് കസ്റ്റംസ്, യൂസേജ്, ലോസ്, ഇതെല്ലാം നോക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സി, the compromise is done by adopting the policies of the IFRS. IFRSന്റെ പോളിസീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് either fully or at least partially, കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺവേർജൻസ് മീൻസ് ടു മേക്ക് സച്ച് ചേഞ്ചസ് ആസ്
ലോക്കൽ കണ്ടീഷൻസ് പെർമിറ്റ്, അതാണ് പോയിന്റ്. നമ്മുടെ ഇന്ത്യൻ ലോക്കൽ എന്താണ് കണ്ടീഷൻസ്, ഇന്ത്യൻ ലോസ് എങ്ങനെയാണോ, സിസ്റ്റം എങ്ങനെയാണോ, ലോക്കൽ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ, കസ്റ്റംസ് എങ്ങനെയാണോ, യൂസേജ് എങ്ങനെയാണോ, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്. ഏതിൽ? IFRS ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മുടെ ലോക്കൽ കണ്ടീഷൻ പെർമിറ്റ് ചെയ്യുന്ന രീതിയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IFRSുമായിട്ട് ക്ലോസർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡിഷൻസ് ഉണ്ട്, കുറച്ച് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്ത് കളയുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ചുള്ള ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെൻറ്റിനനുസരിച്ച് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ IFRSുമായിട്ട് ക്ലോസർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി, Indian accounting standards to keep them as much as closer to the IFRS as possible. അല്ലേ? IFRSുമായിട്ട് ക്ലോസർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലോക്കൽ കണ്ടീഷൻസ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, IFRSനെ അതേപോലെ എടുത്ത് ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എടുത്ത് കളയുന്നു. ക്ലിയർ? കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇൻ അക്കോർഡൻസ് വിത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ക്ലിയർ? നോക്കൂ, കൺവേർജൻസ് മീൻസ് മേക്ക് സച്ച് ചേഞ്ചസ്, അതായത് ചേഞ്ചസ് വരുത്തുക. നമ്മുടെ ലോക്കൽ കണ്ടീഷൻസ് പെർമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, IFRSൽ ചില ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അങ്ങനെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRSുമായിട്ട് ജസ്റ്റ് ക്ലോസർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് കൺവേർജൻസ് എന്ന് വിളിക്കുക. അതായത് ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ 2 സെറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെ അലൈൻ ചെയ്യുകയാണ്. അതായത് ഇന്ത്യൻ അക്കൗണ്ട്, ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ IFRSുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എടുത്ത് കളയുന്നു IFRSൽ നിന്ന്, ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ IND AS എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ്, These changes may be divided into 2 categories. 2 രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ IFRSൽ വരുത്തിക്കൊണ്ട് IND ASലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IND ASലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് പെർമിസിബിൾ ചേഞ്ചസ്, 2 നോൺ പെർമിസിബിൾ ചേഞ്ചസ്. ഒന്നാമത്തെ ചേഞ്ചസ് ഏതാണ്? പെർമിസിബിൾ ചേഞ്ചസ്, 2 നോൺ പെർമിസിബിൾ ചേഞ്ചസ്. ഓക്കെ, 2 ചേഞ്ചസുകളാണ് നമ്മൾ വരുത്തുന്നത്. ഒന്ന് പെർമിസിബിൾ ചേഞ്ചസ്, 2 നോൺ പെർമിസിബിൾ ചേഞ്ചസ്. ഓക്കെ, നോക്കിയേ, പെർമിസിബിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചില ഐറ്റംസ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൺ ഐറ്റംസ്, ചില ഐറ്റംസ് ട്രീറ്റ് ചെയ്യാനായിട്ട് IFRSൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ ആയിരിക്കും നമ്മൾ ഏതിനകത്ത് ട്രീറ്റ് ചെയ്യുക, IND ASനകത്ത് ട്രീറ്റ് ചെയ്യുക. അത് പെർമിസിബിൾ ചേഞ്ചസ് ആണ്. ഇപ്പോൾ IFRSൽ ഒരു ഐറ്റം അസറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് IFRSൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ നമ്മളെടുത്ത് ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്താൽ അതിനെയാണ് പെർമിസിബിൾ ചേഞ്ചസ് എന്ന് വിളിക്കുക. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൺ ഐറ്റംസ്, 2 ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൺ ഐറ്റംസ്, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. അത് IFRS ചിലപ്പോൾ IFRSൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡിസ്ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കൂടുതലായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യാം. 3 ചേഞ്ചിങ് സം ടേംസ്, അതായത് IFRSൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആയിരിക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ടേമുകൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും, ആ ടേമുകളിൽ ചേഞ്ചസ് വരുത്തുക. പെർമിസിബിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എന്താ സർട്ടൺ ഐറ്റംസ്, ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൺ ഐറ്റംസ്, ദെൻ ചേഞ്ചിങ് സം ടേംസ് യൂസ്ഡ് ഇൻ IFRSൽ യൂസ് ചെയ്തിരിക്കുന്ന ടേം അതുപോലെ ആയിരിക്കത്തില്ല IND ASൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടേമുകളിൽ ചേഞ്ചസ് വരുത്താം. അതാണ് പെർമിസിബിൾ ചേഞ്ചസ്. ഇനി നോൺ പെർമിസിബിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ലീഗൽ, റെഗുലേറ്ററി ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ്. അത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ പെർമിസിബിൾ ചേഞ്ചസ് വരുത്തുക. അത് നമ്മുടെ ഇന്ത്യയിൽ പ്രിവൈലിംഗ് ആയിട്ടുള്ള ലീഗൽ, റെഗുലേറ്ററി ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, സോ ഈ പറഞ്ഞ ചേഞ്ചസ്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IFRSൽ നിന്ന് IND ASലേക്ക് എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, സോ ദ എബവ് ഡിപ്പാർച്ചേഴ്സ് ഫ്രം ആൻഡ് അഡിഷൻസ് ടു IFRS are respectively technically known as
കാർവ് ഔട്ട്സ് ആൻഡ് കാർവ് ഇൻസ്. IFRSൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, പോളിസീസ് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അതിനെ ഡിപ്പാർച്ചേഴ്സ് ഫ്രം എന്നാണ് വിളിക്കുക. അതായത് IFRS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു. അതിനകത്ത് വിളിക്കുക ഡിപ്പാർച്ചേഴ്സ് ഫ്രം എന്ന് വിളിക്കുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. IFRSൽ പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കേണ്ടത് അഡിഷൻസ് ടു എന്ന് വിളിക്കുക. ഓക്കെ ആണോ? അപ്പോൾ IFRSൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും, ഡിപ്പാർച്ചേഴ്സ് ഫ്രം എന്നാണ് അതിനെ വിളിക്കുക. അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതിനെ അഡിഷൻസ് ടു എന്നാണ് വിളിക്കുക. ഇതിനെ ടെക്നിക്കലി വിളിക്കേണ്ട രണ്ട് പേരുകളുണ്ട്, അത് മറന്നു പോകരുത്. കാർവ് ഔട്ട്സ് ആൻഡ് കാർവ് ഇൻസ്. എന്താ വിളിക്കുക? കാർവ് ഔട്ട്സ് ആൻഡ് കാർവ് ഇൻസ്. ഓക്കെ, കാർവ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു, അതിനെ ഡിപ്പാർച്ചേഴ്സ് ഫ്രം IFRS എന്ന് വിളിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു, അഡിഷൻ ടു, അതിനെ കാർവ് ഇൻസ് എന്ന് വിളിക്കുക. ക്ലിയർ? ഓക്കെ ആണോ അല്ലേ? ഈ രണ്ട് ടേം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്. രണ്ട് ചേഞ്ചസ് ആണ് വരുന്നത്, പെർമിസിബിൾ ചേഞ്ചസ്, നോൺ പെർമിസിബിൾ ചേഞ്ചസ്. ഈ ചേഞ്ചസിനെ നമ്മൾ ടെക്നിക്കലി വിളിക്കേണ്ട പേരാണ് കാർവ് ഇൻ ആൻഡ് കാർവ് ഔട്ട്. ക്ലിയർ? അതായത് IFRS അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, ചില സ്റ്റാൻഡേർഡുകൾ അതേപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില സ്റ്റാൻഡേർഡുകൾ അതേപോലെ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും IFRSുമായിട്ട് ആസ് ഫാർ ആസ് ക്ലോസ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ക്ലിയർ? അത്രയേ ഉള്ളൂ കഥ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നീഡ് ഫോർ ഇൻഡ് AS അഡോപ്ഷൻ. എന്തിനാണ് ഇൻഡ് AS അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺവേർജ്ഡ് IFRS നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുക? ഇംപ്രൂവ്മെന്റ് ഇൻ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അതായത് ഗ്ലോബലി റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോബലി നിൽക്കുന്ന വലിയ വലിയ കമ്പനികളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഓക്കെ. രണ്ട്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ക്വാളിറ്റി കൂടും. ഓക്കെ, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബെറ്റർ ആക്സസ് ടു ക്യാപിറ്റൽ റേസ്ഡ് ഫ്രം ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. അതായത് ഗ്ലോബലി റൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന പല പല കമ്പനികളുടെയും സ്റ്റേറ്റ്മെന്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സാഹചര്യം കിട്ടും. നെക്സ്റ്റ്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബിക്കം ഈസിയർ. കാരണം ഗ്ലോബലി പ്ലേ ചെയ്യുന്ന പല കമ്പനികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അവരുടെ പൊസിഷനും ഒക്കെ അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഈസിയർ ആണ്. ദെൻ സെക്യൂർ ക്രോസ് ബോർഡർ ലിസ്റ്റിംഗ്. ഓക്കെ, ക്രോസ് ബോർഡർ ലിസ്റ്റിംഗ് ചെയ്യാൻ, അതായത് ഇന്ത്യയിലുള്ള ഒരു കമ്പനി വേറൊരു രാജ്യത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ആണ്. അപ്പോൾ ഇത്രയുമാണ് നീഡ് ഫോർ ഇൻഡ് AS അഡോപ്ഷൻ. ഒന്നെന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇൻ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് വിത്ത് ആരുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും, ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് പറഞ്ഞു ക്യാപിറ്റൽസ് റേസ് ചെയ്യാൻ പറ്റും ഗ്ലോബൽ എവിടെ നിന്ന്, ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന്. ദെൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഈസിയർ ആയിരിക്കും, ക്രോസ് ബോർഡർ ലിസ്റ്റിംഗ് ഈസിയർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഏത് കൊണ്ടുള്ള ഇൻഡ് AS അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ നേട്ടങ്ങളായിട്ട് നമുക്കിത് പറയാം, അല്ലെങ്കിൽ മെറിറ്റ് ആയിട്ട് നമുക്കിതൊക്കെ പറയാം. ഓക്കെ ആണോ അല്ലേ? നെക്സ്റ്റ്, റെലവൻസ് ഓർ ആപ്ലിക്കബിലിറ്റി ഓഫ് ഇൻഡ് AS. കൺവേർജ്ഡ് IFRS അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്? നമ്മൾ AS പറഞ്ഞപ്പോൾ അവിടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെയും ഇൻഡ് ASന്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് പഠിക്കണം. ഒന്ന്, വോളണ്ടറി അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഒരു കമ്പനിക്ക് വോളണ്ടറി സ്വമേധയാ ഇൻഡ് ASലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ അക്കൗണ്ടിങ് പീരീഡ്സ് ബിഗിനിങ് ഓൺ ഓർ ആഫ്റ്റർ 1 ഏപ്രിൽ 2015. 2015 1 ഏപ്രിൽ മുതൽ ഒരു കമ്പനിക്ക് വോളണ്ടറി ആയിട്ട് സ്വമേധയാ ഇൻഡ് ASലോട്ട് അഡോപ്റ്റ് ചെയ്യാം. ഹൗഎവർ, എന്നിരുന്നാലും once they have chosen this path, 2015 ശേഷം
അല്ലെങ്കിൽ 2015 ആ സമയത്ത് ഒരു കമ്പനി എന്ത് ചെയ്തു? സ്വമേധയാ ഏതിനകത്ത് ഇൻഡ് AS പ്രകാരമാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദേ കനോട്ട് സ്വിച്ച് ബാക്ക് ടു ഏതാ? നോർമൽ ASലോട്ട് സ്വിച്ച് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ ഇൻഡ് ASലോട്ട് അഡോപ്റ്റ് ചെയ്താൽ പിന്നീട് ബാക്കിലേക്ക് പോകാൻ പറ്റത്തില്ല. അതായത് ഏതാ? നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് സ്വിച്ച് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ? അതാണ് വോളണ്ടറി അഡോപ്ഷൻ 1 April 2015. ദെൻ മാൻഡേറ്ററി ആപ്ലിക്കബിലിറ്റി ഉണ്ട്. നോക്കുക, അത് ഒരു 4 ഫേസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാൻഡേറ്ററി ആപ്ലിക്കബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. ഫേസ് 1 എന്ന് പറയുന്നത് 1 April 2016. 2015 പറഞ്ഞത് എന്ത് ചെയ്യാം? വോളണ്ടറി ആയിട്ട് ഏതൊരു കമ്പനിക്കും എന്ത് ചെയ്യാം? ഇൻഡ് ASലേക്ക് അഡോപ്റ്റ് ചെയ്യാം. 2016 ഫേസ് 1 പറയുന്നത് ഈ കമ്പനികൾ, ഏത് കമ്പനികൾ? ഓൾ ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികൾ അവരുടെ നെറ്റ് വർത്ത് 500 കോടിയിൽ താഴെ നെറ്റ് വർത്തുള്ള എല്ലാ ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികളും മാൻഡേറ്ററിലി കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇൻഡ് ASലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് ആ ഫേസ് 1 1 April 2016. അതിനടുത്ത വർഷം 1 April 2017 ഫേസ് 2 ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് മാൻഡേറ്ററിലി ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്. എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ ആക്കി. അങ്ങനെ ആപ്ലിക്കബിൾ ആക്കിയപ്പോൾ നെറ്റ് വർത്തിൽ ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തി. നെറ്റ് വർത്ത് എന്താക്കി? നെറ്റ് വർത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 crores ബട്ട് ലെസ് ദാൻ 500 crores. എത്രയാക്കി? 500 കോടിയിലും താഴെ അല്ലെങ്കിൽ 250 കോടിക്കും 500 കോടിക്കും ഇടയ്ക്ക് നെറ്റ് വർത്തുള്ള എല്ലാ കമ്പനികളും മാൻഡേറ്ററിലി എന്ത് ചെയ്തിരിക്കണം? ഇൻഡ് ASലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് 1 April 2016. അതാണ് ഫേസ് 2. 2016 ഏതായിരുന്നു? 500 കോടിക്ക് താഴെ അല്ലെങ്കിൽ താഴോട്ട് വരാൻ പറ്റില്ല, 500 കോടിക്ക് മേളിൽ ഉള്ള, നോട്ട് ലെസ് ദാൻ 500 crores എന്നല്ലേ പറഞ്ഞേ? നേരത്തെ തിരിച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞത്. നോട്ട് ലെസ് ദാൻ 500 crores എന്ന് പറഞ്ഞാൽ 500 കോടിയെങ്കിലും എന്തുണ്ടായിരിക്കണം? അവർക്ക് നെറ്റ് വർത്തുള്ള കമ്പനികളെല്ലാം എന്ത് ചെയ്തിരിക്കണം? അഡോപ്റ്റ് ചെയ്യണം. എങ്ങനെയുള്ള കമ്പനികളായിരിക്കണം അത്? ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ്, അതായത് ഓൾ കമ്പനീസ്. ഓക്കെ, ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികൾക്ക് എന്ത് ചെയ്തിരിക്കണം? മാൻഡേറ്ററിലി ദേ അഡോപ്റ്റ് ഇൻഡ് AS. അവിടെ മനസ്സിലാക്കേണ്ട നെറ്റ് വർത്ത് എത്രയാണ്? 500 കോടി, മിനിമം 500 കോടിയെങ്കിലും നെറ്റ് വർത്തുള്ള കമ്പനികൾ. എന്നിട്ട് അത് വീണ്ടും താഴ്ത്തി എന്ത് ചെയ്തു? 250 മുതൽ 500 കോടി വരെയാക്കി. അതാണ് അടുത്ത ഫേസ് 2017. മനസ്സിലായോ? അവിടെ എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? മാൻഡേറ്ററിലി ഇൻഡ് ASലേക്ക് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കുക, 250 crore മുതൽ 500 crores വരെ നെറ്റ് വർത്തുള്ള എല്ലാ കമ്പനികളും മാൻഡേറ്ററിലി ഇൻഡ് AS അഡോപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആ വർഷം ഏതാണ്? 1 April 2017. ഗവൺമെൻറ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്യുന്നത് കേട്ടോ, നോട്ടിഫൈ ചെയ്യുന്നത്. ക്ലിയർ? 2015 കഥ എന്തായിരുന്നു? വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. ശരിയാണോ? ആണോ അല്ലേ? ആണ്. ഇനി 16 ആയപ്പോഴത്തേക്ക് അത് മാൻഡേറ്ററി ആക്കി, കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു ഗവൺമെൻറ്. അപ്പോൾ അവർ നെറ്റ് വർത്ത് ഒരു ലാർജ് നെറ്റ് വർത്ത് ആയിരുന്നു ആദ്യം കൊണ്ടുവന്നത്. അതായത് 500 കോടിക്ക് മുകളിൽ, 500 കോടിയെങ്കിലും എന്തുള്ള നെറ്റ് വർത്തുള്ള കമ്പനികളെല്ലാം ഇൻഡ് AS അഡോപ്റ്റ് ചെയ്തോളൂ. ഓക്കെ ആണേ? 2017 അത് പറഞ്ഞു 250 കോടി മുതൽ 500 കോടി വരെ നെറ്റ് വർത്തുള്ള കമ്പനികളെല്ലാം ചെയ്തേ പറ്റൂ. ഏത്? ഇൻഡ് AS അഡോപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഫേസ് 3 2018 April 1 ഇൻഡ് AS become mandatorily applicable to all banks, NBFCs and insurance companies. എല്ലാ ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും അവരുടെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ 500 കോടിയിൽ കുറയാൻ പാടില്ല. അതായത് മിനിമം 500 കോടിയെങ്കിലും നെറ്റ് വർത്തുള്ള കമ്പനികൾ, 500 അതിൽ കൂടുതലോ നെറ്റ് വർത്തുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? കമ്പനികൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് കമ്പനികൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, ദെൻ ഇൻഷുറൻസ് കമ്പനികളെല്ലാം എന്ത് ചെയ്തിരിക്കണം? ദേ അഡോപ്റ്റ് ഇൻഡ് AS ഫ്രം 1 April 2018. അതാണ് ഫേസ് 3. ക്ലിയർ? ഓക്കെ ആണേ? അടുത്ത ഫേസിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാം? 500 കോടി എന്നുള്ളത് എന്ത് ചെയ്യും? അവർ കുറയ്ക്കും അല്ലേ? നോക്കിയോ, 500 crores എന്നുള്ളത് ഇവിടെ മാറ്റി നെറ്റ് വർത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 crores ബട്ട് ലെസ് ദാൻ 500 crores. അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ NBFCs മാത്രമാണ്. ഇങ്ങോട്ട് നോക്കി,
ആ മൂന്നാമത്തെ ഫേസിൽ എല്ലാ ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും ഇവരുടെ നെറ്റ് വർത്ത് 500 കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അവർ കമ്പൽസറിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻഡ് AS അഡോപ്റ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 2019 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ നെറ്റ് വർത്തിലെ ആ ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നു. നെറ്റ് വർത്ത് എന്താ ചെയ്തത്, 250 കോടി മുതൽ 500 കോടി വരെ എന്തുള്ള നെറ്റ് വർത്തുള്ള എല്ലാ കമ്പനികളും എന്നാക്കി മാറ്റി. ഓക്കെ, ഇൻഡ് AS ഈസ് മാൻഡേറ്ററിലി ആപ്ലിക്കബിൾ ടു ഓൾ NBFCs whose net worth is greater than or equal to 250 crores but less than 500 crores. ഓക്കെ, എന്നാണ് 1st April 2019. അതാണ് ഫേസ് 4 എന്ന് പറയുന്നത്. അപ്പോൾ 4 ഫേസുകൾ ഉണ്ട്. ഈ ഫേസുകൾ മറന്നു പോകരുത്. ഫസ്റ്റ് ഫേസ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറഞ്ഞ കഥയാണ്. എന്താ, 2016 പറഞ്ഞു 500 കോടിയിൽ 500 കോടിയിൽ കുറയാതെ എന്തുള്ള നെറ്റ് വർത്തുള്ള എല്ലാവരും എന്ത് ചെയ്തോ, ഇൻഡ് AS അഡോപ്റ്റ് ചെയ്തോ. 2016 പറഞ്ഞു. 17 പറഞ്ഞു എന്ത് ചെയ്യണം, എല്ലാ കമ്പനികളും അഡോപ്റ്റ് ചെയ്യണം, പക്ഷേ 250 മുതൽ 500 കോടി വരെ നെറ്റ് വർത്ത് ഉണ്ട് കമ്പനികൾ. ഫേസ് 3 പറഞ്ഞു ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഇൻഷുറൻസ് കമ്പനികൾ ഇല്ലേ, 500 കോടിയിൽ കുറയാണ്ട് എന്തുണ്ടായിരിക്കണം, അവർക്ക് നെറ്റ് വർത്ത് ഉണ്ടായിരിക്കണം. അത് പറഞ്ഞത് 1st April 2018. അതിനുശേഷം 2019 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ നെറ്റ് വർത്തിൽ ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നു. 250 കോടി മുതൽ 500 കോടി വരെ നെറ്റ് വർത്തുള്ള എല്ലാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും എന്ത് ചെയ്തിരിക്കണം, ഇൻഡ് AS അഡോപ്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ? ഇനിയാ, once a company has adopted Indian AS, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡ് AS അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ either mandatorily or voluntarily, ഒന്നുകിൽ മാൻഡേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ടോ ഇൻഡ് ASലേക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് cannot revert the old accounting method. പഴയ അക്കൗണ്ടിംഗ് മെത്തേഡിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, പഴയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. പിന്നീട് അങ്ങോട്ട് അവർ ഏത് തന്നെ അഡോപ്റ്റ് ചെയ്തോളണം, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തന്നെ എന്താ ഫോളോ ചെയ്തോളണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡ് AS ആണ് പറയുന്നത്. അതിനുമേ കുറേ കഥകൾ പറയുന്നുണ്ട്, നോക്കിയോ. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻഡ് AS ആസ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇൻഡ് AS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കണം, സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഏതാണ്, 133 ഏത് നോട്ടിഫൈ ചെയ്യുന്നത്, ഇൻഡ് AS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ 133. ഇൻഡ് AS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ 133. ഇൻഡ് AS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ 133. ഇനി ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്. എല്ലാ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 129. ഒന്നുകൂടെ, നോട്ടിഫൈ ചെയ്യുന്ന സെക്ഷൻ 133. ആപ്ലിക്കബിൾ ടു ഓൾ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആസ് പെർ റിക്വയർമെന്റ്സ്, അവരുടെ റിക്വയർമെന്റിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 129. എത്രയാണ്, 129ഉം 133 മറന്നുപോലെ. 129 എന്താ പറയുന്നത്, ആപ്ലിക്കബിൾ ആണ് എല്ലാ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 129. 133 എന്താ പറയേ, 133 ഇൻഡ് AS നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്, 133. ക്ലിയർ? There are currently 41 accounting standards that have been published by the Council of Institute of Chartered Accountants of India. ICAI-യുടെ കൗൺസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എത്ര അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണുള്ളത്? കറന്റ് 41 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡ് AS ആണ് കേട്ടോ. ഇൻഡ് AS എത്ര എണ്ണം ഉണ്ട്? 41 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണുള്ളത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് കേട്ടിരിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇൻഡ് ASന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അത് ഏതാണ് ഇൻഡ് AS എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, IFRSൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എന്താ ഇല്ലേ, ഇൻ അക്കോർഡൻസ് വിത്ത് IFRSൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ, കാർവ് ഇൻസും ഉണ്ട്, കാർവ് ഔട്ട്സും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിപ്പാർച്ചേഴ്സ് ഫ്രം, കുറച്ച് കാര്യങ്ങൾ എടുത്തു കളഞ്ഞു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇൻഡ് AS 101 എന്ന് പറയുന്നതാണ് IFRS 1. മനസ്സിലായ? അപ്പോൾ IFRS 1 ആണ് നമ്മുടെ ഏത്, ഇൻഡ് AS 101. ഇൻഡ് AS 101 IFRS 1 ആണ്. ഓക്കെ,
അപ്പോൾ ഇൻഡ് AS 101 മുതലാണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഏതിലേക്ക് വരിക, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് വരിക. അതായത് ഇതാണ് പുതിയ കാര്യങ്ങളാണ് ഈ സാധനം. അതായത് IFRS വന്നതിന് ശേഷം, IFRSന് മുമ്പ് ഏതായിരുന്നു, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലായിരുന്നോ? ഇത് നമ്മളിവിടെ പറയും, കാരണം 41 ഇല്ലയോ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അതിനുശേഷമാണ് IFRS വന്നത്. IFRS വന്നപ്പോൾ IAS എടുത്ത് കളഞ്ഞോ? ഇല്ല, ചിലതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, ചിലത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ IFRS വന്നതിന് ശേഷമാണ് നമ്മൾ കൺവേർജ് ചെയ്തത് ഇന്ത്യസുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് കൺവേർജ് ചെയ്തു. കൺവേർജ് ചെയ്തപ്പോൾ IFRS 1 ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇൻഡ് AS 101ൻ്റെ പേരെന്താണ്? ഹെഡിങ് നോക്കിക്കൊള്ളുക. നെയിം ഓഫ് ഇൻഡ് AS ഇവിടെ 2022 ഏപ്രിൽ 1 മുതലുള്ള റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റിലൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ. അപ്പോൾ നോക്കുക, ഇൻഡ് AS 101 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ IFRS 1 എന്തായിരിക്കും? ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് എന്ത്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നായിരിക്കും. മനസ്സിലായ? അത്രയേ ഉള്ളൂ കഥ. അപ്പോൾ ഇൻഡ് AS 101 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ, ആദ്യം അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അതിനകത്ത് നോക്കേണ്ടത്? ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതാണ് ഇതിനകത്ത് പറയുന്നത്. 101 IFRS 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ല, ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ക്ലിയർ ആയി? ദെൻ ഇനി താഴോട്ട് വായിച്ചു നോക്കുക. ഇൻഡ് AS 102 ഷെയർ ബേസ്ഡ് പേയ്മെന്റ്. ഈ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് തന്നെയാണ് IFRS 2 എന്ന് പറയുന്നത്. ഇനി ഇൻഡ് AS 103 ബിസിനസ് കോമ്പിനേഷൻസ്. ഇൻഡ് AS 103 എന്താണ്? ബിസിനസ് കോമ്പിനേഷൻ. അത് തന്നെയാണ് IFRS 3 എന്ന് പറയുന്നത്. ഇനി നാലാമത്തതിലാണ് ഒരു ചെറിയ കാര്യമുള്ളത്. ഇൻഡ് AS 104 എന്ന് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ IFRS 4 അല്ല. ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് IFRS 4 അല്ല, IFRS 17 ആണ്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നോക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഇൻഡ് AS 104 സെപ്പറേറ്റ് ആണ്, ഇൻഷുറൻസ് കോൺട്രാക്ട് മാത്രമാണ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ എത്ര IFRS അല്ലെങ്കിൽ ഏതാണ് IFRS എന്ന് ചോദിച്ചാൽ IFRS 4 എന്ന് പറഞ്ഞു കളയരുത്, IFRS 17 ആണ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ IFRS എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 104. ഇത് ഓർഡറിൽ തന്നെ പോയി. 1 2 3 4. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. 102 എന്ന് പറഞ്ഞാൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ്. 103 ബിസിനസ് കോമ്പിനേഷൻ. 104 ഇൻഷുറൻസ് കോൺട്രാക്ട്. 105 നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. ഇതാണ് നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. 106 നോക്കൂ, എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്. എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, IFRS 1 2 3 കഴിഞ്ഞിട്ട് 4 ഇല്ല, 5 ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ IFRS 4 ഏത് പറഞ്ഞിരുന്നത്? ഇൻഷുറൻസ് കോൺട്രാക്ട് പറഞ്ഞിരുന്നത് ഏതിലായിരുന്നു? IFRS 4 ഇപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ട് IFRS 4 പകരം ഏതേ ഉള്ളൂ? IFRS 17 ഇപ്പോൾ ഏത് പറയുന്നത്? ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ IFRS പറയുന്നത് ഏതിലാണ്? IFRS 17 മനസ്സിലാക്കുക. ഓക്കെ ആണേ, നേരത്തെ ഏതിനകത്തായിരുന്നു? IFRS 4 തന്നെ ആയിരുന്നു, ഇപ്പോൾ അതില്ല. ഓക്കെ, IFRS 5 എന്ന് പറയുന്നത് തന്നെയാണ് നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. IFRS 6 എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് 7 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ആണ് 7 പറയുന്നത്. ഇവിടെ തന്നെയുണ്ട് 7 എന്ന് പറയുന്നത്, ഇവിടെയും 7 തന്നെയാണ്. ഒക്കെ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 1 എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും 1. ഓക്കെ, 2 എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും 2. 3 എന്ന് പറയുന്നത് തന്നെയാണ് 3. 4 ഇല്ല, 5 തന്നെയാണ് 5. 6 തന്നെയാണ് 6. അതായത് അതിനനുസരിച്ച് ഏതിനനുസരിച്ച് IFRSന്റെ നമ്പറിനനുസരിച്ച് തന്നെയാണ് ഏതിന് നമ്പർ കൊടുത്തിട്ടുള്ളത്? ഇൻഡ് ASന് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കഥ, 104 എന്ന് പറയുന്ന ഇൻഷുറൻസ് കോൺട്രാക്ട് ആണ്. ഇൻഡ് AS 104 ഇൻഷുറൻസ് കോൺട്രാക്ട് ആണ്. പക്ഷേ IFRS 4 ഇൻഷുറൻസ് കോൺട്രാക്ട് അല്ല, നേരത്തെ ആയിരുന്നു, ഇപ്പോൾ അതെടുത്ത് മാറ്റി IFRS 17 ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഫുൾ ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, 107 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. ഇൻഡ് AS 108 ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്. ഇൻഡ് AS 109 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇൻഡ് AS 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദെൻ 111 ജോയിന്റ് അറേഞ്ച്മെന്റ്. 112
ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ് 113 ഫെയർ വാല്യൂ മെഷർമെൻറ്റ്. അപ്പോൾ ഇൻ ഡേയ്സ് 107 മുതൽ 113 വരെയുള്ള ഡീറ്റെയിൽസ് ആണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻ ഡേയ്സ് 107 കറസ്പോണ്ടിങ് ആയിട്ട് ഏതുണ്ട്? IFRS 7 ഉണ്ട്. അതും ഏത് തന്നെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ തന്നെയാണ്. അപ്പോൾ IFRS 8 എന്താണെന്ന് ചോദിച്ചാൽ അത് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് തന്നെയാണ്. IFRS 9 ഏതാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. IFRS 10 ഏതാണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. IFRS 11 ഏതാണ്? ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്. 12 ഏതാണ്? ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. 13 ഫെയർ വാല്യൂ മെഷർമെൻറ്റ്. ഇൻ ഡേയ്സ് 114 ഏതാ? റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട്സ് അതാണ് IFRS 14. ദെൻ ഇൻ ഡേയ്സ് 115 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്. 2018 മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ഏതാ? റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആണ് ഇൻ ഡേയ്സ് 115. കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 15 ഏതാ? അത് IFRS 15 തന്നെയാണ് ഏതാ? റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് IFRS 14 ഏതാണ്? റെഗുലേറ്ററി ഡെഫറൽ പേയ്മെൻറ്റ്. അത് തന്നെയാണ് ഇൻ ഡേയ്സ് 114. ഇൻ ഡേയ്സ് 116 ലീസസ്. 116 ഏതാണ്? ലീസസ്. അപ്പോൾ 116 ഏതാ പറയുന്നത്? ലീസാണ്. അത് IFRS 16 ആണ്. ഓക്കെ, 16. ഇപ്പോൾ 16 ഇൻ ഡേയ്സ് 116 ലീസസ് 2019 മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. 116 എന്ന് പറയുന്നത് ലീസസ് ആണ്. കറസ്പോണ്ടിങ് IFRS 16. ദെൻ ഇൻ ഡേയ്സ് ഇല്ല. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ ഇവിടെ നോക്കിയാൽ മതി. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ IFRS എന്ന് പറയുന്നത് IFRS 17 ആണ്. നമ്മൾ അത് ഏതിലാണ് പറഞ്ഞത്? ഇൻ ഡേയ്സ് 4 പറഞ്ഞത് അല്ലേ? ഇൻ ഡേയ്സ് 4 അതായത് ഇൻ ഡേയ്സ് 4 അല്ല, ഇൻ ഡേയ്സ് 104 ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ IFRS ഏതിനകത്താണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്? 17 ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ ആണല്ലേ? അപ്പോൾ ഈ IFRS 17 കൊണ്ട് IFRS തീരുന്നു. ബാക്കി ഇനി അങ്ങോട്ട് പറയുന്നത് എന്തായിരിക്കും? IFRS വരുന്നതിന് മുന്നേ എന്തുണ്ട്? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇനി താഴോട്ട് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, പഴയത് തന്നെ, അതിൽ മാറ്റമൊന്നും വരുത്താതെ വീണ്ടും ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് IFRS കംപ്രൈസിങ് ഓഫ് IFRS 17 നമ്പർ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഇനി പ്രീവിയസിലോട്ട് പോയി നോക്കിയാൽ മതി. 16 IFRS എന്നാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇതുകൊണ്ടാണ്. കാരണം ഏതാ? ഇവിടെ ഒരു IFRS മിസ്സിംഗ് ആണ്. അതുകൊണ്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എണ്ണേ വരത്തുള്ളൂ? 17 എണ്ണം നമ്പർ ഉണ്ടെങ്കിലും 16 എണ്ണമേ ആക്ച്വലി ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ. ഓക്കെ ആണോ അല്ലേ? ഇനി പറയുമ്പോൾ നോക്കുക, ഇനി ഇൻ ഡേയ്സ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ എന്തായിരുന്നു പറഞ്ഞത്? ഇൻ ഡേയ്സ് 116 IFRS 16 അതുവരെ കറക്റ്റ് പോയി. ഇനി നമ്മൾ പറയുന്നത് ഇൻ ഡേയ്സ് 1, അതായത് പഴയ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ഓക്കെ, അതായത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ടാക്കിയ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 1 തന്നെ വരും. IFRS വരുമ്പോഴത്തേക്ക് 10 വരും. ഓക്കെ, മനസ്സിലായോ? നോക്കിയോ, ഇൻ ഡേയ്സ് 1 എന്ന് പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് പറയുന്ന ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 തന്നെയാണ് പറയുന്നത്. ഇൻ ഡേയ്സ് 2 ഇൻവെന്ററീസ്, അതും IAS 2 തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ ഡേയ്സ് 7 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, അത് IAS 7 ആണ്. ഇൻ ഡേയ്സ് 8 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. ഇൻ ഡേയ്സ് 10 ഈവൻസ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് പീരീഡ്. 12 ഇൻകം ടാക്സ്. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ഇൻ ഡേയ്സ് 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇൻ ഡേയ്സ് 2 ഇൻവെന്ററീസ്. ഇൻ ഡേയ്സ് 7 2 കഴിഞ്ഞാൽ പിന്നെ ഏതേ ഉള്ളൂ? 7 ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇൻ ഡേയ്സ് 7 statement of cash flows. 8 accounting policies, changes in accounting estimates and errors. Accounting standards. 10 9 illa 10 events after reporting period. 12 11 illa income tax. Okay, next 16 property plant and equipment. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടു? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കേട്ടു ഇല്ലേ? അവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് ഏതായിരുന്നു? AS 10. ഓക്കെ, ഇൻ്റെ AS ഏതാണ്? 16. കണ്ടോ വ്യത്യാസം? മനസ്സിലാക്കിയോ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഏതാ പറഞ്ഞ? ഇൻവെന്ററീസും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒക്കെ ASൽ സെപ്പറേറ്റ് ആണ്, ഇതിൽ വേറെയാണ്. ഓക്കെ, നമ്പേഴ്സ് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റെ AS 16 എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ്. 19 എംപ്ലോയി ബെനിഫിറ്റ്. 20 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻസ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെന്റ് അസിസ്റ്റൻസ്.
21. The effect of changes in foreign exchange rates. 23. Borrowing cost. 24. Related party disclosures. 27. Separate financial statements. Okay. രണ്ട് പ്രാവശ്യം വായിച്ചാൽ ഒരുപാട് സമയം എടുക്കും. സോ പെട്ടെന്ന് പോകുന്നു. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുക. 28. Investment in associates and joint ventures. 29. Financial reporting in hyperinflationary economies. Then 32. Financial instruments presentation. 33. Earnings per share. 34. Interim financial reporting. Then 36. Impairment of asset. Okay, 36 എന്താണ്? Impairment of asset. Next, 37. Provisions, contingent liabilities and contingent asset. 38. Intangible asset. 40. Investment property. 41. Agriculture. Ind AS അവസാനത്തെ Ind AS ആണ് 41. Agriculture കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് IAS 41. ക്ലിയർ? അപ്പോൾ 41 Ind AS ആണ് ഉള്ളത്. ഒന്ന് മനസ്സിലാക്കിയല്ലോ? ഓക്കെ, ക്ലിയർ? ഇനി ഇങ്ങോട്ട് നോക്കി. ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ASഉം Ind AS തമ്മിലുള്ള വ്യത്യാസം നോക്കാം. AS എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽക്കേ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ ആണ്? AS അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ AS 32 AS ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അതിൽ 29 എണ്ണേ നമ്മൾ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ, ഇല്ലേ? ആണോ? ഓക്കെ. They have been amended from time to time and serve the purpose of reporting for small and medium entities. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം? സ്മോൾ ആൻഡ് മീഡിയം എൻറ്റിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് ഏത് യൂസ് ചെയ്യാം? AS യൂസ് ചെയ്യാം. പക്ഷേ ലാർജ് എൻ്റർപ്രൈസുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഗ്ലോബൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൂടി ഫോളോ ചെയ്യണം. കാരണം അവരുടെ റിപ്പോർട്ട് ഗ്ലോബലി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് എൻ്റർപ്രൈസസ് need to follow a global reporting standards because their reports were used globally. അല്ലേ? Their reports are used globally. അല്ലേ? അവരുടെ റിപ്പോർട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബലി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? ഒരു ഇൻ്റർനാഷണൽ, ഒരു ഗ്ലോബൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഏത് കൊണ്ടുവന്നിട്ടുള്ളത്? IFRS കൺവേർജ്ഡ് ആയിട്ടുള്ള Ind AS വന്നിട്ടുള്ളത്. ഓക്കെ, സോ Indian accounting standards are a set of accounting standards converged with IFRS. ഇതാണ് കഥ. അപ്പോൾ എന്താണ് Ind AS എന്ന് പറഞ്ഞാൽ? Ind AS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായ IFRSൻ്റെ കൺവേർജൻസ് ആണ് എന്ന് പറയുന്നത് Ind AS എന്ന് പറയുന്നത്. കൺവേർജൻസ് എന്ന് പറയുന്നത് എന്താ? കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ചിലപ്പോൾ അതുപോലെ തന്നെ IFRS ഇത് എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ്, the Ind AS are named and numbered in the same way as corresponding IFRS. നമ്മളത് കണ്ടായിരുന്നല്ലോ. ഓക്കെ, ക്ലിയർ? ഒരു നമ്പേഴ്സ് എല്ലാം ഒരേപോലെ ആയിരിക്കും. Ind AS അല്ലെ IAS ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരേപോലെയാണ്. IFRSൽ മാത്രമാണ് നാലാമത്തെ IFRS ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു ചേഞ്ച് വരുന്നത്, അല്ലേ? നെക്സ്റ്റ്, both AS and Ind AS are formulated by the Accounting Standard Board of the Institute of Chartered Accountants of India. ASഉം Ind AS ഫോർമുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നെയാണ്. ഓക്കെ, ആരുടെ അണ്ടറിലാണ്? ICAIയുടെ അണ്ടറിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റെക്കമെൻഡ്സ് ദീസ് സ്റ്റാൻഡേർഡ്സ് ടു ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡുകൾ ആരാണ്? NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ് ആർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്യുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നോട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗവേൺഡ് ബൈ, ഓക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. ടെക്സ്റ്റുകളിൽ 2006 എന്ന് കാണാം, പഴയതാണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്ത് അമെൻഡ് ചെയ്ത് റൂൾസ് 2021 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗവേൺഡ് ബൈ കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. ഇനി Ind AS are governed by companies Indian accounting standard rules 2015. ഓക്കെ, ആദ്യത്തേത് ഏതാണ്? AS 2006 എന്നുണ്ടാവും, തെറ്റൊന്നുമില്ല. അതിനെ അമെൻഡ് ചെയ്താണ് ഏതിലേക്ക് കൊണ്ടുവന്നത്? റൂൾ 2021 ആക്കിയത് കേട്ടോ. അപ്പോൾ റൂള് 2021 കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. ദെൻ Ind AS ആർ governed by the companies Indian accounting standard rules അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ കമ്പനീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾസ് 2015. ഓക്കെ, 2015. ക്ലിയർ?
ഒന്ന് 2021, രണ്ട് 2015. AS ആണെങ്കിൽ 2021 അല്ലേ, ഇൻഡ് AS ആണെങ്കിൽ 2015. ക്ലിയർ? 2015. ക്ലിയർ? നെക്സ്റ്റ്, ബോത്ത് ദ റൂൾസ് ഹാവ് ബീൻ ഫ്രെയിംഡ്. രണ്ട് റൂളുകളും ഫ്രെയിം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ആർ റിവൈസ്ഡ് ബൈ ഇറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഓക്കെ, അത് റിവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ചേഞ്ചസുകളൊക്കെ നമ്മൾ കാണുന്നത്. IFRS നേരത്തെ ഉണ്ടായിരുന്ന 4 എടുത്ത് കളഞ്ഞ് ഇപ്പോൾ 17 കൊണ്ടുവന്നതൊക്കെ ആ ചേഞ്ചസ് ആണ്. ഓക്കെ, അതിനനുസരിച്ച് ഇൻഡ് ASൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, നെക്സ്റ്റ്, ഒബ്ജക്റ്റീവിന്റെ ബേസിൽ നോക്കിയേ, രണ്ടിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ? തന്നെ എന്താ? ആക്ട് ആസ് ദി പില്ലേഴ്സ് ഓഫ് സൗണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഓഫ് ദി കൺട്രി. കൺട്രിക്ക് ഒരു സൗണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒരേപോലെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക. ഓക്കെ, ഒരു കൺസിസ്റ്റന്റ് ആയി കൊണ്ടുവരിക. ഇൻഡ് AS ആർ ബേസിക്കലി IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്, നമുക്കറിയാം. ഓക്കെ, ഇനി ആപ്ലിക്കബിലിറ്റി. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഹാസ് സോ ഫാർ ഇഷ്യൂഡ് 32 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ 32 എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി മാൻഡേറ്ററി ഫോർ പല ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അത് മാൻഡേറ്ററി ആണെന്ന് നമ്മൾ പഠിച്ചു. അത് ലെവൽ 1, 2, 3 എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് ഇല്ലേ? ആ ലെവൽ 1, 2, 3 അതായത് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് 1991 മുതലാണെന്ന് മനസ്സിലാക്കുക. ഏതാ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഹാസ് സോ ഫാർ നോട്ടിഫൈഡ് 41 ഇൻഡ് AS അല്ലേ? 41 ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിൽ ബി ആപ്ലിക്കബിൾ ടു ഓൾ അതർ ബിസിനസ് എന്റർപ്രൈസസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിൽ ബി ആപ്ലിക്കബിൾ ടു ഓൾ അതർ ബിസിനസ് എന്റർപ്രൈസസ്. ഏതൊക്കെയാ ബിസിനസ് എന്റർപ്രൈസസ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ആൻഡ് ഈവൻ കോർപ്പറേറ്റ് എന്റർപ്രൈസസ് ടു വിച്ച് ഇൻഡ് AS ആർ നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ ആണോ? ഇപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഫേം, അതുപോലെ തന്നെ ചില കോർപ്പറേറ്റ് എന്റർപ്രൈസുകൾ അവർക്ക് ഏത് ആപ്ലിക്കബിൾ അല്ല, ഇൻഡ് AS ആപ്ലിക്കബിൾ അല്ലാതെയുള്ള ചില കോർപ്പറേറ്റ് എന്റർപ്രൈസുകൾക്ക് ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? AS ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ ആണേ? ക്ലിയർ? ഇനി നോക്കിയേ, ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനികൾ എന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ക്രൈറ്റീരിയ നോക്കിയേ. ലിസ്റ്റഡ് കമ്പനി ഓർ ഇൻ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്. ഓക്കെ, ലിസ്റ്റഡ് കമ്പനി ഓൾറെഡി അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രോസസ് ഓഫ് ലിസ്റ്റിങ്ങിലുള്ള അവരുടെ കമ്പനിയുടെ നെയിം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആണെങ്കിൽ ഏതാണ് ആപ്ലിക്കബിൾ? ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ആപ്ലിക്കബിൾ ഫ്രം 1st April 2017 ഓർ 1st April 2016. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഏതാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ലിസ്റ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ് ഓഫ് ലിസ്റ്റിങ്ങിലുള്ള കമ്പനിയോ ആണെങ്കിൽ അവർക്ക് ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അൺലിസ്റ്റഡ് കമ്പനി അവരുടെ നെറ്റ് വർത്ത് 250 crores ഓർ മോർ, 250 crores ഓർ മോർ ആണെങ്കിൽ, 250 കോടി അതിന് മുകളിലും ആണെങ്കിൽ അവർക്ക് ഏത് ആപ്ലിക്കബിൾ ആണ്? ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ. ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 1st April 2017 മുതലാണ് ആപ്ലിക്കബിൾ. ഇനി അൺലിസ്റ്റഡ് കമ്പനി നെറ്റ് വർത്ത് ലെസ് ദാൻ 250 crores, 250 കോടിക്കും താഴെയുള്ള എന്തുള്ള നെറ്റ് വർത്ത് ഉള്ള കമ്പനികൾക്കാണെങ്കിൽ അവർക്ക് ഏതാണ് ആപ്ലിക്കബിൾ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ആപ്ലിക്കബിൾ. ഓക്കെ, അതുപോലെ അൺലിസ്റ്റഡ് കമ്പനി അവരുടെ നെറ്റ് വർത്ത് 250 കോടിക്കും താഴെയാണെങ്കിൽ ദേ ക്യാൻ അപ്ലൈ വോളണ്ടറിലി ഏതാ? ഇൻഡ് AS. വോളണ്ടറി ആയിട്ട് സ്വമേധയാ ഇൻഡ് ASലേക്ക് അവർക്ക് എന്ത് ചെയ്യാം? പോവാം, അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിവേർട്ട് ബാക്ക്, നോ റിവേർട്ട് ബാക്ക്, തിരിച്ചു വരാൻ പറ്റത്തില്ല, സ്വിച്ച് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവർ ഫോളോ ചെയ്യേണ്ടത് AS ആണ് ആപ്ലിക്കബിൾ. പക്ഷെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇൻഡ് ASലേക്ക് പോവാം. അങ്ങനെ പോയാൽ പിന്നെ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ASലേക്ക് തിരികെ പോകാൻ പറ്റത്തില്ല. ക്ലിയർ? ഇനി ഹോൾഡിംഗ്, സബ്സിഡിയറി, ജോയിന്റ് വെഞ്ചർ ഓർ അസോസിയേറ്റ് കമ്പനീസ്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ജോയിന്റ് വെഞ്ചർ കമ്പനി, അസോസിയേറ്റ് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ ഓർ ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ആണെങ്കിൽ അവർക്ക് ഏതാണ്? ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ. അൺലിസ്റ്റഡ് കമ്പനി പക്ഷേ ഏത്? നെറ്റ് വർത്ത് 250 കോടിക്ക് മുകളിലാണെങ്കിൽ ഇൻഡ് AS ആണ്. 250 കോടിക്ക് താഴെയാണെങ്കിൽ അവർ എന്ത് ചെയ്യാം? AS അപ്ലൈ ചെയ്യാം. AS ആണ് ആപ്ലിക്കബിൾ, ബട്ട് അവർക്ക് വോളണ്ടറിലി ഏത് അപ്ലൈ ചെയ്യാം? ഇൻഡ് AS അപ്ലൈ ചെയ്യാം. ഇനി ഹോൾഡിംഗ്, സബ്സിഡിയറി, ജോയിന്റ് വെഞ്ചർ ഓർ അസോസിയേറ്റ് കമ്പനികളാണെങ്കിൽ ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനിയോ ബാങ്ക്സ്, NBFCs ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ നെറ്റ് വർത്ത് 250 crores ഓർ മോർ, 250 കോടി അതിൽ മുകളിലും ആണെങ്കിൽ അവർ ഏതാണ്? ഇൻഡ് AS ആണ് ആപ്ലിക്കബിൾ. ഇനി ബാങ്ക്സ്, NBFCs ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ നെറ്റ് വർത്ത് ലെസ് ദാൻ 250 crores ആണെങ്കിൽ അവർ ഏതാണ്? AS ആണ് ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പോൾ 250 കോടിക്ക് താഴെയാണെങ്കിൽ ഏതാണെന്ന് മനസ്സിലാക്കുക, ഏതാണ്? AS ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ?
നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇൻഡേസ്. ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? IFRSും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തമ്മിലുള്ള വ്യത്യാസം കൂടെ നോക്കിയോ. ഒന്ന്, ഡെഫിനിഷൻ എന്താ പറയുന്നത്? IFRS നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓടിച്ചു പോവുകയാണ്. IFRS എന്താ പറയുന്നത്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഗ്ലോബലി അക്നോളജ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്കറിയാം. ഇൻഡേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമാണ്, ഇന്ത്യയിൽ അല്ലേ. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദി ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഓഫ് ദി IFRS. ഓക്കെ, നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതിൽ നിന്ന്? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? IFRS നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൺവേർജ്ഡ് IFRS എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ആണ്. നെക്സ്റ്റ്, ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ത്? IFRS. ഇനി ഇൻഡേസ് ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? MCA ആണ്. എന്ത് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. ആരാണ് നോട്ടിഫൈ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കൗൺസിൽ ഓഫ് ICAI ആണ് എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത് നോട്ടിഫൈ ചെയ്യുന്ന ആരാണ്? MCA ആണ്. ക്ലിയർ. നെക്സ്റ്റ്, implemented by utilized in 144 countries worldwide. Okay, nearly എത്ര? ഒരു 150 കൺട്രീസ് കേട്ടോ. ഒരു 150ഓളം കൺട്രികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് IFRS. എവിടെ? ഇൻഡേസ്. എവിടെ മാത്രം? ഇന്ത്യയിൽ മാത്രം. അതിന് ഡിസ്ക്ലോഷർ എങ്ങനെയാണെന്ന് നോക്കാം. കമ്പനീസ് അദറിംഗ് ടു IFRS മസ്റ്റ് ഡിസ്ക്ലോസ് എ നോട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കംപ്ലൈ വിത്ത് IFRS. അപ്പോൾ IFRS ഫോളോ ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യണം? ദേ ഡിസ്ക്ലോസ് എ നോട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ കംപ്ലൈ വിത്ത് IFRS അല്ലെങ്കിൽ IFRS സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു നോട്ട് സ്റ്റേറ്റ് ചെയ്യണം, കാണിച്ചിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം. ഇനിയോ, ദർ ഈസ് നോ സച്ച് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് ഫോർ കമ്പനീസ് അദറിംഗ് ടു ഇൻഡേസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഒരു നോട്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് IFRS പ്രകാരമാണ് നമ്മൾ അല്ലെങ്കിൽ ഇൻഡേസ് പ്രകാരമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള നോട്ടൊന്നും വേണ്ട. പക്ഷേ IFRS ആണെങ്കിൽ അത് നോട്ട് വേണം, ഡിസ്ക്ലോഷർ വേണം. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പോണൻസ് നോക്കൂ. നമുക്ക് IFRSൽ ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് നമ്മൾ പഠിച്ചു. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. IFRSൽ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ, കോംപ്രിഹെൻസീവ് ഇൻകം, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോസ്, പിന്നെന്താ? നോട്ട്സ്. ഓക്കെ, കംപ്രൈസസ് ദ ഫോളോയിങ്. ഏതാ? ഇൻഡേസിൽ വരുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ്, പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസിന്റെ ഡിസ്ക്ലോഷറും ഏതിനകത്ത് ഉണ്ടായിരിക്കണം? ഇൻഡേസിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഇവിടെ നോക്കിയോ. കമ്പനീസ് അദറിംഗ് ടു IFRS മസ്റ്റ് ഫോളോ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് വിത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്ലാസിഫൈഡ് ആസ് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? കറണ്ട് അസറ്റുകളെന്നും നോൺ കറണ്ട് അസറ്റുകളെന്നുമാണ് ക്ലാസിഫൈ ചെയ്യുക അസറ്റുകളെ. ഓക്കെ, ഇവിടെ ദർ ഈസ് നോ സച്ച് സ്പെസിഫിക് ഫോർമാറ്റ് റിക്വയർമെന്റ് ഫോർ കമ്പനീസ് അദറിംഗ് ടു ഇൻഡേസ് പ്രകാരം ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് ഒന്നും ഇല്ല. പക്ഷേ ഗൈഡ് ലൈൻസ് ഫോർ പ്രസന്റിംഗ് ദ ബാലൻസ് ഷീറ്റ് ആർ ഡിഫൈൻഡ്. ഓക്കെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇങ്ങനെ ആയിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഐറ്റംസ് പ്രസന്റ് ചെയ്യുന്നതിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. പക്ഷേ ഇവിടെയാണെങ്കിൽ IFRSലാണെങ്കിൽ അസറ്റ്സുകളും ലയബിലിറ്റീസുകളെയും നമ്മൾ കറണ്ട് എന്നും നോൺ കറണ്ട് എന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. ഓക്കെ, ക്ലിയർ. അങ്ങനെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് റിക്വയർമെന്റ് എവിടെ ഇല്ല? ഇൻഡേസ് പ്രകാരം ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന് ചെയ്യുമ്പോഴത്തേക്കില്ല. ക്ലിയർ. ഇനി കുറച്ച് അബ്രീവിയേഷൻസ് നോക്കൂ, ഷോർട്ട് ഫോംസ്. IFRSന്റെ പറയൂ. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. IASC ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് NACAS കേട്ടിട്ടുണ്ടാവത്തില്ല, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നോട്ട് ചെയ്ത് വയ്ക്കുക. NACAS നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. INDAS ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. GAP ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ദെൻ SIC സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. IFRIC
അല്ലേ? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു, ഏരിയ ആയിരുന്നു. അതിനകത്തു നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന്, വാട്ട് ഈസ് ദ എയിം ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ എയിം, ലക്ഷ്യം, ഓക്കെ, എന്താണ്? ടു മേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ കമ്പയറബിൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. എൻഷുർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസി ഒരു യൂണിഫോമിറ്റി വേണം, ഒരു കൺസിസ്റ്റൻസി വേണം. ഓക്കെ, നെക്സ്റ്റ്, ടു ഗൈഡ് ദി ജഡ്ജ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്. പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതെല്ലാം കറക്റ്റ് ആൻസർ അല്ലേ? ദ എയിം ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയറബിൾ ആക്കണം, യൂണിഫോമിറ്റി കൊണ്ടുവരണം, പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ജഡ്ജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ IFRS വെൻ ഈസ് റവന്യൂ റെക്കഗ്നൈസ്ഡ്? IFRS പ്രകാരം എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക? IFRS പ്രകാരം എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക? നോക്കൂ, അറ്റ് ദ ടൈം ക്യാഷ് ഈസ് റിസീവ്ഡ്. എപ്പോഴാണോ ക്യാഷ് റിസീവ് ചെയ്യുന്നത് ആ സമയത്ത്. വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ ഡെലിവേർഡ്. എപ്പോഴാണ് ഗുഡ്സ് ഓർ സർവീസോ ഡെലിവർ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക. അറ്റ് ദ ടൈം, അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡ്. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ എൻഡിലാണ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക. വെൻ എ കസ്റ്റമർ പ്ലേസസ് ആൻ ഓർഡർ. ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് അറിയോ? അക്രൂവൽ ബേസിസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതായിരിക്കും ആൻസർ? വെൻ ഗുഡ്സ് ആർ സർവീസസ് ആർ ഡെലിവേർഡ്. ഡെലിവർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും. ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് IFRS സ്റ്റാൻഡേർഡ് ഗവേൺ ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏത് IFRS ആണ്? 15, 16, 7, 1. IAS 1 ഏതാണ്? IFRS 15, IFRS 16, IFRS 7, IAS 1 ഏതിനാണ്? പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ആണ്. ഓക്കെ, ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് IFRS സ്റ്റാൻഡേർഡ് ഡീൽ സ്പെസിഫിക്കലി വിത്ത് ദി അക്കൗണ്ടിംഗ് ഫോർ ഇൻകം ടാക്സസ്? അക്കൗണ്ടിംഗ് ഫോർ ഇൻകം ടാക്സസ് അതിൻ്റെ ഏതാണ് സ്റ്റാൻഡേർഡ് ഏതാണെന്ന്? IFRS 15, 16, 12, IAS 12 ഏതാണ്? ഇൻകം ടാക്സിൻ്റെത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 ആണ്. ഏതിൻ്റെ? ഇൻകം ടാക്സിൻ്റെ IFRS സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. ഇവിടെ IFRS എന്നതുകൊണ്ട് നിങ്ങൾ IFRS തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല. IFRS തന്നെയാണ് ഏത്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അത് തന്നെയാണ് IFRS ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അങ്ങോട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ്, അഡീഷണൽ ഗൈഡൻസ് ഗിവൺ ഇൻ Ind AS ഓവർ ആൻഡ് എബോവ് വാട്ട് ഈസ് ഗിവൺ ഇൻ IFRS are called carve outs. Okay, carve ins, carve clarifications, none of the above. Additional guidance given in Ind AS over and above what is given in IFRS. IFRSൽ എന്താണോ നൽകിയിട്ടുള്ളത് അതിനേക്കാളും ഓവർ ആൻഡ് എബോവ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ Ind ASലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധനം ചേർക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുക? കാർവ് ഇൻ ആണോ കാർവ് ഔട്ട് ആണോ? അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതിനെ വിളിക്കേണ്ട പേര് കാർവ് ഇൻസ് അല്ലേ. ഡിപ്പാർച്ചേഴ്സ് ഫ്രം എടുത്ത് കളയുന്നതിനെ നമ്മൾ വിളിക്കേണ്ടത് കാർവ് ഔട്ട്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് കാർവ് ഇൻസ് ആണേ. ബി ആണ് ആൻസർ. ക്ലിയർ? വിച്ച് IFRS സ്റ്റാൻഡേർഡ് അഡ്രസ് ദി അക്കൗണ്ടിംഗ് ഫോർ ഇൻഷുറൻസ് കോൺട്രാക്ട്? അക്കൗണ്ടിംഗ് ഫോർ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 47917 ഏതാണ്? ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS സ്റ്റാൻഡേർഡ് ഏതാണ്? IFRS സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 17 ആണ്. IFRS സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ IFRS 4 ആയിരുന്നു, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ അത് മാറ്റിയിട്ട് ഏതിലോട്ട് ആക്കിയിട്ടുണ്ട്? 17ലേക്ക് ആക്കിയിട്ടുണ്ടേ. നെക്സ്റ്റ്, under Ind AS, which financial statement provides information about a company's cash receipts and cash payments during a period? Under Ind AS, which financial statement provides information about a company's okay, ഒരു കമ്പനിയുടെ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും കിട്ടണമെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടാവും? ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ബാലൻസ് ഷീറ്റ്. വേറെ തന്നെയുണ്ട്. ഏതാ? ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീറ്റ്സും ഏത് നോക്കിയാൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് നോക്കിയാൽ മതി. ഏത് നോക്കിയാൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. What is the minimum set of financial statements that a company must prepare under Ind AS? Ind AS പ്രകാരം, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കണം? 2, 3, 4, 5. ഏതാണ് ആൻസർ? 2 സെറ്റാണ് കേട്ടോ. എത്ര സെറ്റാണ്? 2 സെറ്റ്സ് ഓഫ് ഏതാ
ടു സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആര് പ്രിപ്പയർ ചെയ്യണം? കമ്പനികൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ, ഇൻഡ് AS പ്രകാരം. ക്ലിയർ? phase 1 ഓഫ് ഇൻഡ് AS വാസ് ആപ്ലിക്കബിൾ ടു phase 1 ആപ്ലിക്കബിൾ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഓൾ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനീസ് വിത്ത് ടേൺ ഓവർ 500 crores ഓർ മോർ. കമ്പനിയുടെ ടേൺ ഓവർ 500 crores ഓർ മോർ ആയിരിക്കണം. നെറ്റ് വർത്ത്, ടേൺ ഓവർ നെറ്റ് വർത്ത്, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിലിലൂടെ കിട്ടുന്നത്, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ അതർ ഇൻകം കൂടി ഉൾപ്പെട്ടത്. ഓക്കെ, കമ്പനീസ് വിത്ത് നെറ്റ് വർത്ത് 500 crores ഓർ മോർ, നൺ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നെറ്റ് വർത്ത് എന്നല്ലേ അവിടെ പറഞ്ഞത്. phase 1 ഓഫ് ഇൻഡ് AS വാസ് ആപ്ലിക്കബിൾ ടു കമ്പനീസ് വിത്ത് നെറ്റ് വർത്ത് Indian rupee 500 crores or more. Okay, C ആണ് ആൻസർ. നെക്സ്റ്റ്, അണ്ടർ ഇൻഡ് AS വാട്ട് ഈസ് എ പ്രൈമറി ക്രൈറ്റീരിയൻ ഫോർ റെക്കഗ്നൈസിംഗ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്? ഇൻഡ് AS പ്രകാരം ഏത് ക്രൈറ്റീരിയൻ പ്രകാരമാണ് നമ്മൾ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റിനെ എന്ത് ചെയ്യുക റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്, ലീഗലി പ്രൊട്ടക്റ്റബിൾ, പർച്ചേസ്ഡ് ഫ്രം എ തേർഡ് പാർട്ടി, യൂസ്ഫുൾ ലൈഫ് എക്സീഡിങ് 1 year. ഇൻഡ് AS പ്രകാരം വാട്ട് ഈസ് എ പ്രൈമറി ക്രൈറ്റീരിയൻ? ഓക്കെ, പ്രൈമറി ക്രൈറ്റീരിയൻ. ഓക്കെ, ബേസ് എന്തിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്. ക്ലിയർ? ദ സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ ഗ്യാപ്പ് ഇൻക്ലൂഡ്, ഇന്ത്യൻ ഗ്യാപ്പിൻ്റെ സോഴ്സ് ഏതിൽ നിന്നൊക്കെയാണ് സോഴ്സ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ദെൻ ICAI പ്രൊനൗൺസ്മെൻ്റ് ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 മാത്രമാണോ? നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കൂടിയുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ദെൻ ICAIയുടെ പ്രൊനൗൺസ്മെൻറ്റ്. A ആൻഡ് C, അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ടും C അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളിൽ നിന്ന് മാത്രമാണ് ഏതാ ഇന്ത്യൻ ഗ്യാപ്പിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. BCD, BC എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ്, C അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, D ICAIയുടെ പ്രൊനൗൺസ്മെൻറ്റ്. ABC ഓൺലി. ഏതാ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, B നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, C അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺലി. D ACD ഓൺലി. A എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട് 2013, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, C ICAI's പ്രൊനൗൺസ്മെൻറ്റ്, D A എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, C എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, D എന്ന് പറഞ്ഞാൽ ICAIയുടെ പ്രൊനൗൺസ്മെൻറ്റ്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ഓപ്ഷൻ D ആണ് ആൻസർ. A, C ആൻഡ് D. A എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ കമ്പനികൾ എന്ത് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ 3. ഏത് ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ 3 പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. ബാലൻസ് ഷീറ്റ് പാർട്ട് 1 ബാലൻസ് ഷീറ്റും പാർട്ട് 2 ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. ഷെഡ്യൂൾ 3 ആണ് കേട്ടോ. ഇനി നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ത് ചെയ്തില്ല? ഇന്ത്യൻ ഗ്യാപ്പിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യാറില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഏതിനകത്തുണ്ട്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ICAIയുടെ അതോറിറ്റേറ്റീവായിട്ടുള്ള എന്തുണ്ട്? പ്രൊനൗൺസ്മെൻ്റ് ഉണ്ട്. അതായത് അനൗൺസ്മെൻറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഏതുമായിട്ട് ബേസ് ചെയ്തിട്ട്? ഇന്ത്യൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനുണ്ട്. സോ ദി ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ICAI പ്രൊനൗൺസ്മെൻറ്റ്, അതുപോലെ തന്നെ ഏതുണ്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ACD ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ D ആണ്. ഓക്കെ, ക്ലിയർ? സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളിപ്പോൾ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, കോഴ്സ് കോർഡിനേറ്ററോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് പഠിച്ചു തുടങ്ങാം ഇപ്പോഴേ തന്നെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഏതാണ്? കോർപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, കോർപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയ. അതിനകത്ത് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്, അതിൽ IFRS, ഇൻഡ് AS കേട്ടോ. അത് രണ്ടുമാണ് കഴിഞ്ഞത്. ക്ലിയർ? ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.